completely different thing. So everything is dependent upon the food that we have and the food that we want to have. So what is new now? ഇപ്പൊ നമുക്ക് ഈ ഫുഡ് ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് നമുക്ക് ഓൾ ഓഫ് എ സഡൻ തോന്നിയതാണോ? അല്ല. There are many issues related to this. The most important one is population explosion തന്നെയാണ്. So according to the Wikipedia, as of now we are around 7.8 billion people. Sorry, it's estimated to have reached 7.8 billion by March 2020. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ again ഒരു 6 months ഒക്കെ കഴിഞ്ഞു. So we may be quite ahead of this also. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, for the first billion, for the earth to reach first billion, it took 2 million years. അത്രയും സമയം എടുത്തു നമ്മൾ 1 billion പോപ്പുലേഷൻ എത്താൻ. പക്ഷെ ഒരു 7 billion എത്താനായിട്ടോ അടുത്തൊരു 200 years കൂടെ ആയപ്പോൾ നമ്മൾ 7 billion എത്തിക്കഴിഞ്ഞു. This is not a small issue. This is a very big issue. അത് നമ്മൾ ശരിക്കും അഡ്രസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു അഡ്രസ്സിങ്ങിനോടൊപ്പം നമ്മൾ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യം, ഇന്ത്യ ഇസ് എ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ആൻഡ് ഇവിടെ 1.2 billion people are there approximately. നമുക്കൊരു 17.9, അതായത് ഓൾമോസ്റ്റ് 18% of the population. China is only 18.5. So we are quite near China. That is by 18% നമ്മൾ വേൾഡ് പോപ്പുലേഷനിൽ, നമ്മൾ വേൾഡ് പോപ്പുലേഷൻ ഇവിടെയാണ്. സെക്കൻഡ് വൺ, എൻവയറമെന്റൽ പൊല്യൂഷൻ. നമ്മൾ എവിടെ നോക്കിയാലും ദർ ഇസ് പൊല്യൂഷൻ. ഈവൻ ഔട്ടർ സ്പേസ് പോലും നമ്മൾ വിട്ടിട്ടില്ല. നമ്മൾ പല റീസൺസ് ആണ്. ഇൻഡസ്ട്രിയലൈസേഷൻ, നമ്മൾ ഒരു കാലഘട്ടത്തിൽ വേ വി വാണ്ടഡ് ടു ഡെവലപ്പ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന് ദർ ആർ ടു ഫേസസ്. വൺ, ഇറ്റ് ക്യാൻ ബി ആൻ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ്. വൺ ഇസ് ലൈക്ക് ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്. അപ്പൊ പലപ്പോഴും നമുക്ക് നടക്കുന്നത് ഒരു അൺപ്ലാൻഡ് ഡെവലപ്മെന്റ് ആണ്. ഫോർ ദാറ്റ് വി ഗോ ഫോർ ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ ആസ് സച്ച് നമ്മളിപ്പോ നോക്കിയാൽ ഇറ്റ് ഇസ് എ നെസസിറ്റി. ബട്ട് ഡീഫോറസ്റ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഷുഡ് വി ഗോ ഫോർ റീപ്ലാന്റിങ്? വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. പിന്നെ ഗ്രീഡ് ഓവർ നെസസിറ്റി. പലപ്പോഴും നമുക്ക് വേണ്ടത്, നമുക്കൊരു 2G ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. പക്ഷെ നമുക്ക് 2G പോരാ, നമുക്ക് 3G വേണം, 4G വേണം, 5G വേണം. സോ ദിസ് കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ്, ഡു വി റിയലി നീഡ് ഇറ്റ്? വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് ദെൻ ലെഷർ. നമുക്കെല്ലാം എന്താണ്, നമുക്ക് എല്ലാവർക്കും AC വേണം, നമുക്ക് കുറച്ച് ചൂട് താങ്ങാൻ പറ്റത്തില്ല, പല കാര്യങ്ങളുണ്ട്. അപ്പൊ all these things are resulting in a major thing. അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം the climate change. Due to the high level of pollution in the environment, even the climate is changing. ഇതൊരു ചെറിയൊരു ഇപ്പോഴത്തെ സ്റ്റഡി അല്ല, കുറച്ച് 2000-ലെ ഒരു സ്റ്റഡിയാണ്. ഇപ്പൊ 2000-ലെ സ്റ്റഡിയിൽ നമ്മൾ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, this is a small scenario which the small gist of the table which shows global population increase എവിടം തൊട്ട് എവിടം വരെ ആകാം. ഫ്രം 1990 5.3 ആയിരുന്നത് 2000 ആയപ്പം 6.1 to 6.2 ബില്യൺ ആയി. ഇപ്പൊ നമ്മൾ എടുത്ത കണക്കനുസരിച്ച് വി ആർ അറൌണ്ട് 7.8. നമുക്ക് പ്രഡിക്റ്റഡ് എന്ന് പറഞ്ഞാൽ 2050 8.4 ഉള്ളൂ, ബട്ട് വി ഹാവ് ഓൾറെഡി റീച്ച്ഡ് 7.8. So are we doing anything about that? So what happens when the population rises so much? We have to feed the people. അപ്പം ഈ പെർ ക്യാപിറ്റ ഇൻകം മാത്രം നമ്മൾ നോക്കുമ്പോൾ താഴോട്ടാണ് പോകുന്നത്. എക്സെപ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം, ബാക്കി എല്ലാ ഫാക്ടേഴ്സും എന്താണ്, ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ആണെങ്കിലും കൂടി വരികയാണ്. ഗ്ലോബൽ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസിങ്, ഗ്ലോബൽ സീ ലെവൽ ഇസ് റൈസിങ്. സോ ഈ പല ഇഷ്യൂസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? എന്ത് പറ്റും? പീപ്പിൾ റീലൊക്കേറ്റ് ഫ്രം ദ urban areas ബിക്കോസ് അവിടെ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകും. When there is a unprecedented growth in population, food shortage എന്ന് പറയുന്നത് naturally ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. Then it leads to reduction of resources. ഇതാണ്, food shortage is one of the resources. Then increase in cost of essential items. ഐറ്റംസിന്റെ നമുക്ക് ഐറ്റം അവൈലബിലിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും? The cost increases. Then extreme fluctuation in climate leading to food shortage, poverty and even wars. അടുത്ത വാട്ടറിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് നമ്മുടെ ഒരു നിഗമനം. That can be true also. When you think about it, this can be true. Then the rising sea levels due to the melting ice in the polar region leading to drinking water shortage. Sea level കൂടിക്കഴിഞ്ഞാൽ വെള്ളം നമുക്ക് കൂടുതലല്ല ചെയ്യുന്നത്. The drinking water comes down. Extensive shift in lifestyle which again results in relocation of the people from urban areas. So ഇതൊക്കെ ചില ഒരു സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്.
But നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുമ്പോഴത്തേക്ക് food is important. Everybody knows that. പക്ഷെ നമുക്ക് ഇപ്പൊ കാണുന്ന ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് I'll come to this point directly. What is a staple food? നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ് സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കൺസ്യൂംഡ് ഇൻ എ ലാർജ് amount. ഇപ്പോഴത്തെ പ്രസന്റ് ഡേയില് ഡ്രൈ ബീൻസ്, കോൺ, റൈസ്, വീറ്റ്, പൊട്ടറ്റോ, സോർഗം ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡായിട്ട് നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. Considering the level of increase in population, whether these food will be cereals and grains ആണ് mostly. Whether the cereals and grains will be able to meet the demand of the people. ഈ ക്രോപ്സിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they require a perfect climate. അതായത് ഓരോ ക്രോപ്പിനും ഓരോ റിക്വയർമെന്റ് ഉണ്ട്. ലൈക്ക് ആ റിക്വയർമെന്റ് ആ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കിട്ടിയാൽ മാത്രമേ ഇതിന് ഫുൾ പ്രൊഡക്ടിവിറ്റിയിലോട്ട് എത്താൻ പറ്റൂ. സോ ഈ പ്രസന്റ് ചേഞ്ചിങ് ക്ലൈമാറ്റിക് സിനാരിയോയില് ഹൗ ഫാർ ദിസ് ക്യാൻ അഡാപ്റ്റ് ടു ദ elevated temperature. So elevation in temperature is one thing we are seeing now. പിന്നെ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു റെയിനി സീസൺ. മഴ പെയ്യേണ്ടപ്പോൾ മഴ പെയ്യുന്നില്ല, മഴ പെയ്യാത്തപ്പോൾ പെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ കണ്ടീഷനൊക്കെ എടുത്തു തന്നാൽ തന്നെ നമുക്ക് തോന്നുന്നത് ഒരു കാര്യം, റെയിനി സീസണിലല്ല നമുക്ക് മഴ കിട്ടുന്നത്. നമുക്ക് മഴ കിട്ടുന്നത് എന്താണ്? ഡിപ്രഷൻ കാരണമാണ് മഴ കിട്ടുന്നത്. അപ്പം ഇതൊക്കെ ആ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പാർട്ടാണ്. സോ വെദർ ദീസ് ക്രോപ്സ് truly solely will be able to elevate the world hunger. ഇവിടെയാണ് നമുക്ക് റൂട്ട് ആൻഡ് ട്യൂബർ ക്രോപ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ റൂട്ട്സ് ആൻഡ് ട്യൂബർ ക്രോപ്സ് ഇപ്പോഴൊന്നും അല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. they were there earlier also, right from the end of the 16th century. പക്ഷെ ഈ ട്യൂബർ ക്രോപ്സ് നമുക്ക് എത്ര പേർക്ക് പരിചിതമാണ്? പലപ്പോഴും നമ്മുടെ പേരൻസിന്റെ, നിങ്ങൾ കുട്ടികളാവുമ്പം നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന്റെ ടൈംസിൽ പ്രോബബ്ലി ദീസ് were common foods. എന്ന് വെച്ചാൽ ഇതിപ്പോഴും it is said that it is a staple food for poor people around the world. എന്തൊക്കെയാണ്? കസാവ, കപ്പ, സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, യാംസ്, കാച്ചില്, അറോയിഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻലി 3 ക്രോപ്സ് ഉണ്ട്: ചേന, ചേമ്പ്, പാൽച്ചേമ്പ്. സോ ഇതൊക്കെ നമുക്ക് പുവർ മാൻ സ്റ്റേപ്പിൾ ഫുഡ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ബട്ട് ഇന്നത്തെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനകത്ത് the tuber crops have an important role to play. They are climate resilient crops. അതായത് these can withstand the atrocities of climatic change like increase in temperature and decrease in rainfall, leading to drought, salinity, etc. to a great extent. For resilience എന്ന് പറയുമ്പോൾ നമ്മൾ flexibility, elasticity. So how far a crop or a group of crops can adapt to changing climatic scenario. അപ്പം ഈ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് ഈയിടെയായിട്ട് ട്യൂബർ ക്രോപ്സ് എന്ന് പറയുന്നത് it is gaining more importance. And tuber crops are not staple food in our country only, but there are many countries in the Samoa Islands or in the PNG, Papua New Guinea. These are all small island groups. Appo ee island groups nearby Australia and ee nammade എന്താണ് പറയുന്നത്, മലേഷ്യ, ഓസ്ട്രേലിയ, ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു റീജിയൻ ആണ്. അപ്പൊ ഹിയർ ഓൾറെഡി മെനി സ്റ്റേപ്പിൾ ഫുഡ്സ് ആർ ട്യൂബർ ക്രോപ്സ്. ആഫ്രിക്കയില് കസാവ ആൻഡ് യാംസ് ആർ സ്റ്റേപ്പിൾ ഫുഡ്. അപ്പം ഇങ്ങനെ ഇറ്റ് ഇസ് നോട്ട് അൺകോമൺ ദാറ്റ് ട്യൂബർ ക്രോപ്സ് ആർ നോട്ട് സ്റ്റേപ്പിൾ ഫുഡ്, ബട്ട് സ്റ്റിൽ ദേ ആർ പോക്കറ്റ്സ്, ദേ ആർ സ്റ്റേപ്പിൾ ഫുഡ് ഇൻ സർട്ടൻ പോക്കറ്റ്സ് വേർ ഇറ്റ് ഇസ് നോൺ ആസ് എ പുവർ മാൻസ് സ്റ്റേപ്പിൾ. അപ്പം ഈ ഒരു പല കാര്യങ്ങളും കണ്ടിട്ടാണ് ICAR, ദാറ്റ് ഇസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് പറയുന്നത്, under the aegis of ICAR there are around 150 R&D institutes. ഇത് just ICARന്റെ ഒരു general introduction ആണ്. I'll not go into the detail of it. So ICAR Central Tuber Crops Research Institute എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് considering the importance of tuber crops, നമുക്ക് തന്നെ വേൾഡിൽ തന്നെ solely involved in tuber crop development എന്ന് പറയുന്ന one institute ആണ് Central Tuber Crops Research Institute. മറ്റേ ആഫ്രിക്കയിൽ നമുക്കുണ്ട്, സിയാറ്റ് ഉണ്ട്, IITA ഉണ്ട് നൈജീരിയയിൽ. ബട്ട് ദേ ഓൾസോ ഹാവ് ബനാന ആസ് ദർ മാൻഡേറ്റ് ക്രോപ്പ്. അപ്പൊ അലോങ് വിത്ത് ട്യൂബർ ക്രോപ്സ് ദേ ഹാവ് ബനാന ഓൾസോ ആസ് എ മാൻഡേറ്റ് ക്രോപ്പ്. റൂട്ട് ആൻഡ് ട്യൂബർ ക്രോപ്സ് പ്ലസ് ബനാനയാണ് അവരുടെ മാൻഡേറ്റ്. അപ്പൊ സോൺലി റൂട്ട് ആൻഡ് ട്യൂബർ ക്രോപ്സിലുള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. So this was started long time back. In July 1963 this institute was started. അപ്പൊ അന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. We have one regional center in Bhubaneswar and we again have an all India coordinated research project.
which has got 22 centers under it, which is there in all over India. Whole India span ചെയ്ത് കിടക്കുകയാണ്. Because India is divided into many agroecological zones. അപ്പോൾ ഈ agroecological zonesലെല്ലാം നമുക്ക് representation ഉണ്ട്. അപ്പം ഈ ബേസിക് റിസർച്ചും അപ്ലൈഡ് റിസർച്ചും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പൊ ലൈക്ക് ഐ സെഡ്, നമുക്കിപ്പോ ഒരു ഫുഡ് ഷോർട്ടേജ് ഉള്ള ഒരു സമയത്ത് പോലും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ വി നീഡ് ടു ഡൈവേഴ്സിഫൈ. നമുക്ക് ഈ സോൾ സ്റ്റേപ്പിൾ ഫുഡ്സ് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു ഹാവ് ഓർ വി വിൽ നോട്ട് ബി ഏബിൾ ടു സർവൈവ്. സോ ദിസ് ഇസ് വെരി ട്രൂ ഇൻ ദ കേസ് ഓഫ് കേരള. ഓൾറെഡി നമ്മൾ ഇതൊരിക്കൽ കണ്ട് പ്രൂവ് ചെയ്ത ഒരു ടെക്നോളജി എന്ന് വേണം പറയാൻ. ബിക്കോസ് നമുക്ക് 70s 80s കേരളയിൽ ഒരു വലിയൊരു ഫെമൈൻ ഉണ്ടായി. ആ ഫെമൈൻ്റെ ടൈംസിലാണെങ്കിലും നമുക്ക് ഈ കപ്പ നടുന്നത് അന്നാണ്. ഇവിടെ രാജാവ് വിശാഖൻ തിരുനാൾ മഹാരാജാവാണ് ഈ ഒരു ക്രോപ്പിനെ നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ദിസ് കെയിം ഫ്രം ബ്രസീൽ. അപ്പൊ ഈ ഒരു ക്രോപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് കൊണ്ട് കേരളത്തിൽ ആരും ഒരു പട്ടിണി മരണം എന്ന് പറയുന്നത് ആ സമയങ്ങളിൽ ഉണ്ടായിട്ടില്ല. ബിക്കോസ് കപ്പയും മീൻ കറിയും എന്ന് പറയുന്നത് അല്ലെങ്കിൽ കപ്പ ചമ്മന്തി നമ്മളുടെ ഇടയിൽ അത് വളരെ ഫേമസ് ആയിരുന്നു. Now coming back to the vision of the institute, root and tuber crops for ensuring better health, wealth generation and inclusive growth. അപ്പൊ ഈ വിഷനിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ഇന്നത്തെ ടോപ്പിക്കിന്റെ മെയിൻ ഒരു തീം, അതായത് ട്യൂബർ ക്രോപ്സ് ഫോർ എൻഷ്യൂറിങ് ബെറ്റർ ഹെൽത്ത്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്റ്റേപ്പിൾ ഫുഡ് മാത്രമല്ല, ഈ ട്യൂബർ ക്രോപ്സിലൂടെയും നമുക്ക് ഹെൽത്തും വെൽത്ത് ജനറേഷൻ, ഹെൽത്ത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് എ റിമ്യൂമറേറ്റീവ് വൺ. അത് ഞാൻ താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. Then to integrate root and tuber crops as sustainable farming system components to ensure food and nutritional security of the nation and livelihood improvement of the rural population. ഇവിടെ നമ്മൾ urban populationനും കൂടെ ഇപ്പൊ നമുക്ക് include ചെയ്യാൻ പറ്റും. Because even for urban people we have many products which are acceptable in the urban population. But ഇത് coming to the main mandate of our institute. ഞാൻ ക്രോപ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ I just want to show this one slide because we are also the national repository in tuber crops. We have around about 50 species and we have released around 64 varieties. ഇവിടെ 54 അല്ല, last year we had included another 10 varieties, so this is 64 varieties. And ഈ ഡൈവേഴ്സിറ്റിയുടെ ഒരു സ്ലൈഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും how underutilized these crops are. ഇതെല്ലാം സ്റ്റാർച്ച് റിച്ച് ആണ്. പല ക്രോപ്സും സ്റ്റാർച്ച് റിച്ച് ആണ്. അപ്പൊ സ്റ്റാർച്ച് റിച്ച്, നമ്മൾ റൈസും വീറ്റും ഒക്കെ കഴിക്കുന്നതെല്ലാം ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആയിട്ടാണ്. അപ്പൊ ഈ ട്യൂബേഴ്സിലെല്ലാം അപ്പാർട്ട് ഫ്രം സ്റ്റാർച്ച് ദേ ആർ റിച്ച് ഇൻ പ്രോട്ടീൻസ് ഓൾസോ. മെനി ഓഫ് ദം ആർ റിച്ച് ഇൻ പ്രോട്ടീൻസ് ഓൾസോ. അപ്പം ഓൾറെഡി റൂട്ട് ആൻഡ് ട്യൂബർ ക്രോപ്സ് ആർ there ആസ് എ കമ്പോണന്റ് ഓഫ് ഡയറ്റ് ഫോർ 2.2 ബില്യൺ പീപ്പിൾ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഈ ഒരു ആസ്പെക്റ്റിലാണ് നമുക്ക് ഇനി ചേഞ്ച് കൊണ്ടുവരേണ്ടത്. Sorry, developing countries. So we should make it main food in the developed countries also. അതിന് നമുക്ക് പല പ്രോഡക്ട്സിലോട്ടാണ് പോകേണ്ടത്. So we have developed many products which I will explain later. ഈ കാണുന്നത് നമ്മൾ മേക്കാച്ചിൽ എന്ന് പറയും. അതായത് കാച്ചിലിന്റെ ഒരു ഇനമാണ് മേക്കാച്ചിൽ. ഇത് സ്വീറ്റ് പൊട്ടറ്റോ, ഇത് കൂർക്ക, ദിസ് ഇസ് ലെസറിയ, നനകിഴങ്ങ്. ഇത് ഒരു ഗ്രേറ്ററിയാം അല്ലെങ്കിൽ കാച്ചിലാണ്. ഇത് ഇതിന്റെ എല്ലാം മിക്സ് ആണ്. You see, tribal people know about the diversity in food. അവർ സ്റ്റേപ്പിൾ ഫുഡ് മാത്രമല്ല വിശ്വസിച്ചിരിക്കുന്നത്. They have a diverse food habit, which is a very good thing to have. അപ്പൊ ഇവിടെ ഒരു ജോയിഡ എന്ന് പറയുന്ന കർണാടകയിലെ ഉത്തർ കന്നഡയിലെ ജോയിഡ എന്ന് പറയുന്ന ഒരു ഏരിയയിലുള്ള ഫാമേഴ്സിന്റെ, ട്രൈബൽ ഫാമേഴ്സിന്റെ വെൽത്ത് ഓഫ് ട്യൂബർ ക്രോപ്സ് ആണ്. ഇങ്ങനത്തെ ട്യൂബർ ക്രോപ്സ് ഒന്നും നമ്മൾ ഇവിടെ പോലും കണ്ടിട്ടില്ല, ഇത്ര വേരിയബിലിറ്റി. ഇത് നമ്മൾ സാധാരണ കാണുന്ന ചേമ്പാണ്, പക്ഷെ ചേമ്പിൽ തന്നെ വേറൊരു ഇനമാണ്, വലിയ ചേമ്പാണ്. ഇത് മഞ്ഞള്, ഇതും ആ ചേമ്പിന്റെ തന്നെ വേറൊരു ഇനമാണ്. ഇത് ശതാമുഖി എന്നൊക്കെ പറയും, അതായത് ഇതിന് പല മുഖങ്ങളുണ്ട്. ഇതും ഒരു ചേമ്പാണ്. ഈ ചേമ്പൊന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയത്തില്ല. അത് ഞാൻ ചേമ്പിന്റെ പോർഷനിൽ വരുമ്പോൾ ഞാൻ പറയാം. അപ്പൊ ഇത്രയും വേരിയബിലിറ്റി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഈ അണ്ടർ എക്സ്പ്ലോയിറ്റഡ് ക്രോപ്സ് തന്നെ നമുക്ക് ഹൗ റിച്ച് ദേ ആർ എന്ന്. ഇതൊക്കെ ഒരു എക്സ്പ്ലോയിറ്റഡ്, ദീസ് ആർ വെയിറ്റിംഗ് ടു ബി എക്സ്പ്ലോയിറ്റഡ് ബൈ അസ്. ഇനി ബയോഡൈവേഴ്സിറ്റി, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ക്രോപ്പുകളുടെ എല്ലാം ഒരു വിവരണമാണ് ഇവിടെ. കസാവ, അതിന്റെ
സയന്റിഫിക് നെയിം എന്താണ്, ഫാമിലി ഏതാണ്, ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊക്കെയുള്ള ഇതൊരു ഇൻ ജിസ്റ്റ് പറയുന്നതാണ്. ഞാൻ ഓരോ ക്രോപ്പ് ഡീൽ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇതെല്ലാം പറഞ്ഞുതരാം. ഇനി ആദ്യത്തെ ക്രോപ്പ്, നമ്മുടെ മെയിൻ ക്രോപ്പ് എന്ന് പറയുന്നത് കസാവയാണ്. ഇപ്പൊ കസാവയാണ്, ഇറ്റ്സ് എ പെരനിയൽ വുഡി shrub. അതിന്റെ മേജർ സോഴ്സ് ഓഫ് ലോ കോസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ആണ്. നമുക്കറിയാത്തൊരു കാര്യമുണ്ട്, ഈ കസാവയിൽ നിന്നാണ് സാഗോ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ സാബുദാന എന്ന ചൗവരി. നമ്മൾ പായസത്തിലൊക്കെ ചൗവരി യൂസ് ചെയ്യും. ഞാനും കുറെ കാലം ആലോചിച്ചിട്ടുണ്ട് ഇത് ഏതൊരു പനയെന്ന് ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് പനയെന്നല്ല, ഇത് കപ്പയുടെ പൊടിയിൽ നിന്നാണ്, കപ്പയുടെ സ്റ്റാർച്ചിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സാഗോ. പിന്നെ ഇത് കസാവ എന്ന് പറയുന്നത് നമ്മളൊരു ഓൾറെഡി ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ആസ് എ മേജർ സ്റ്റേപ്പിൾ ഫുഡ് ഇൻ മെനി ഡെവലപ്പിംഗ് കൺട്രി, പ്രൊവൈഡിങ് എ ബേസിക് ഡയറ്റ് ഫോർ ഓവർ 500 million പീപ്പിൾ. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസാവയും യാംസുമാണ് ആഫ്രിക്കയിലെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത്. അപ്പം ദേ മേക്ക് മെനി പ്രോഡക്ട്സ് ഔട്ട് ഓഫ് ഇറ്റ്. പലതും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അവർ കസാവ ആസച്ച് അല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് പോലെ. അവർ കസാവയുടെ ഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത്, പൊടി. കസാവ ഉണക്കി പൊടിച്ച് ആ പൊടി ഉപയോഗിച്ചാണ് പല ഡിഷസും ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൗട്ട് ടോളറന്റ് ക്രോപ്പും കൂടെയാണ്. അതായത് ഡ്രൗട്ട് പ്രോൺ ഏരിയാസിൽ നമുക്കിത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഡ്രൗട്ട് പ്രോൺ ഏരിയാസിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ വാട്ടർ എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ മേജർ റിസോഴ്സസ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ലെസ് അവൈലബിൾ ടു ഓൾ ഓഫ് us. അപ്പൊ ഈ ഡ്രൗട്ട് ടോളറന്റ് ക്രോപ്സ്, ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ്, ഇന്ന് തന്നെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ആ ടോക്ക് വേൾഡ് ഫുഡ് ഡേയുടെ ഇതിന് അനുബന്ധിച്ച് അവർ നടത്തിയ ഒരു ടോക്കാണ്. where he released varieties which are biofortified. ബയോഫോർട്ടിഫൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ ആന്തോസൈനിൻ റിച്ച് അല്ലെങ്കിൽ ബീറ്റ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ക്രോപ്സിനെയാണ് ഇന്ന് റിലീസ് ചെയ്തത്. ഓൾ ദീസ് ആർ ഷോയിങ് ദ വേ വി ആർ മൂവിങ്. ഇപ്പൊ നമുക്ക് ഒരു ക്രോപ്പിൽ തന്നെ ഇപ്പൊ നമ്മൾ അരി, ഉഴുന്ന്, ഗോതമ്പ്, ഇതിനകത്തൊക്കെ നമ്മൾ ഫോർട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ. അതായത് ഇത് കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആയിട്ടിരുന്നാൽ മാത്രം പോരാ, this should provide the proteins and other useful substances, ന്യൂട്രീഷണലി കൂടെ അത് റിച്ച് ആക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നീഡ് ഓഫ് ദ അവർ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പല ക്രോപ്സിലും ബയോ ഫോർട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ സെന്റർ ഓഫ് ഒറിജിൻ, പ്ലോയിഡി, ഇതൊക്കെ നമുക്ക് ആസ് സ്റ്റുഡൻസ് ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനിഹോട്ട് എസ്കുലൻറ്റ എന്ന് പറയുന്നതാണ് കപ്പയുടെ ശാസ്ത്രീയ നാമം. ഇത് ഒരു ഡിപ്ലോയിഡ് ആണ് വിത്ത് 2n is equal to 36. കൂടാതെ നമ്മൾ ട്രിപ്ലോയിഡ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കസാവ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റേപ്പിൾ ക്രോപ്പ്. അപ്പൊ ഇത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സ്റ്റാർച്ച് ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത 2 വെറൈറ്റീസ് ഉണ്ട്, ശ്രീ അതുല്യ, ശ്രീ അപൂർവ. ഇത് രണ്ടും ട്രിപ്ലോയിഡ്സ് ആണ്. അതായത് 2n is equal to അതിനകത്ത് 3 സെറ്റ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. ഇറ്റ് ഇസ് എ ട്രിപ്ലോയിഡ് വെറൈറ്റി. ഇപ്പൊ ഈ ട്യൂബർ ക്രോപ്സിൽ നമ്മൾ കാണുമ്പം ട്രിപ്ലോയിഡ് വെറൈറ്റീസ് ആർ ദ ബെസ്റ്റ് വൺസ് ഫോർ അല്ലെങ്കിൽ ഓപ്റ്റിമം ലെവൽ വേർ ദ പ്രൊഡക്ടിവിറ്റി ഈസ് വെരി ഹൈ. അപ്പൊ നമുക്കിപ്പം പണ്ടൊക്കെ ഒരു ബ്രീഡിംഗ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ബെസ്റ്റ് എന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ബെസ്റ്റ് എന്നല്ല നോക്കുന്നത്, ഓപ്റ്റിമം ലെവൽ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പം അഗെയിൻ പിന്നെ കുറച്ച് സയന്റിഫിക് ഇമ്പോർട്ടൻസ്, ദിസ് ഒറിജിനേറ്റഡ് ഇൻ ബ്രസീൽ. പിന്നെ വൈൽഡ് പോപ്പുലേഷൻസിന്റെ ഇത് പലതും അവിടെ ബ്രസീലിൽ കാണുന്നത് കൊണ്ടാണ് ദാറ്റ് ഇസ് എ സെന്റർ ഓഫ് ഒറിജിൻ നമ്മൾ തീരുമാനിക്കാൻ കാരണം. പിന്നെ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ആഫ്രിക്ക ബൈ ദ പോർച്ചുഗീസ് ട്രേഡേഴ്സ് ഫ്രം ബ്രസീൽ ഇൻ ദ 16th century. ഇപ്പം ആഫ്രിക്കയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ്സ് ആൻഡ് കസാവ ആർ ഇമ്പോർട്ടൻറ്റ് സ്റ്റേപ്പിൾ ഫുഡ്സ്. നമ്മുടെ കൺട്രിയിൽ ഈ കസാവയ്ക്ക് ദോ ഇറ്റ് ഇസ് എൻ ഇൻട്രൊഡ്യൂസ്ഡ് ക്രോപ്പ്, വേരിയേഷൻ ഇല്ല എന്ന് വിചാരിക്കരുത്. There are a lot of variation which exists in the cassava crop. ഇത് ഒരു വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് ക്രോപ്പ് ആണെങ്കിൽ പോലും പണ്ടത്തെ കാലത്തിൽ തന്നെ ദിസ് യൂസ് ടു ഫ്ലവർ. അപ്പം ഫ്ലവറിങ്ങും സീഡ് സെറ്റും എല്ലാം ഇവിടെ പോസിബിൾ ആണ്. നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആർ വെരി കൺഡ്യൂസീവ് ഫോർ ദാറ്റ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് നടന്ന ക്രോസസിൽ നിന്നാവാം നമുക്ക് ഈ വേരിയബിലിറ്റി കിട്ടിയത്. സോ യു ക്യാൻ സീ ഹിയർ ദ ലീഫ് വേരിയബിലിറ്റി, അതിനകത്തുള്ള ഈ കളറേഷന്റെ ഡിഫറൻസ്, സ്റ്റോക്കിന്റെ കളർ ഡിഫറൻസ്, സ്റ്റെം എക്സ്റ്റീരിയറിന്റെ കളർ ഡിഫറൻസ്, ട്യൂബർ ഫ്ലഷ് കളർ ഡിഫറൻസ്. അപ്പം there is a lot of difference in all these characters.
അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ കപ്പയുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാലും ഇപ്പൊ നമുക്ക് പല വെറൈറ്റീസ് ഉള്ളത് ഒരു 40 to 50 tons per hectare നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നല്ല സ്റ്റാർച്ചും ഉണ്ട്. അപ്പൊ നമുക്കൊരു ഇൻഡസ്ട്രിയൽ പേർപ്പസിനാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പേർപ്പസിന് ഇത് നല്ലൊരു ഇനമാണ്. അല്ല നമുക്ക് ടേബിൾ പേർപ്പസിനാണെങ്കിൽ നല്ല കുക്കിംഗ് ക്വാളിറ്റി ഉള്ള ഇനങ്ങൾ അവൈലബിൾ ആണ്. ഞാൻ ഇതിനകത്ത് സ്ലൈഡ് ഇട്ടിട്ടില്ല, ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു നമുക്ക് ഒത്തിരി വെറൈറ്റീസ് CTCRI ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കപ്പയിലുള്ള ഏറ്റവും വലിയൊരു ഡിസീസ് എന്ന് പറഞ്ഞാൽ കസാവ മൊസൈക്ക് വൈറസ് ആയിരുന്നു. ഇപ്പം നമ്മൾ കസാവ മൊസൈക്ക് വൈറസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻ കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ മെയിൻലി നമ്മൾ ഡെവലപ്പ് ചെയ്തത് ഇൻഡസ്ട്രിയൽ പർപ്പസസിനാണ്. ബിക്കോസ് ടേബിൾ പർപ്പസസിനെ കാട്ടി കൂടുതൽ ഇതൊരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് തമിഴ്നാട് ഏരിയയിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി ഫാമേഴ്സ് ഇതിൽ ഡിപ്പെൻഡന്റ് ആണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ആദ്യം ഡെവലപ്പ് ചെയ്തത് ഇൻഡസ്ട്രിയൽ വെറൈറ്റീസിലാണ്. ശ്രീ സുവർണ, ശ്രീ രക്ഷ, ഇത് രണ്ടും നമ്മൾ ഉണ്ടാക്കിയ വെറൈറ്റിയാണ് വിച്ച് ഇസ് റെസിസ്റ്റന്റ് ടു കസാവ മൊസൈക്ക് വൈറസ്. അപ്പൊ ഇത് കസാവയെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ കസാവ നമുക്കൊരു എക്സാക്ട്ലി ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ക്രോപ്പ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് എക്സെപ്റ്റ് കസാവ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ the rest can be considered as underutilized tuber crops. കസാവയാണ് വൺ ഓഫ് ദ ഈ എല്ലാ ട്യൂബർ ക്രോപ്സിലും ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്രോപ്പ് എന്ന് പറയുന്നത് കസാവയാണ്. അപ്പാർട്ട് ഫ്രം ദിസ് ഇൻഡസ്ട്രിയൽ ഇത് ബയോ എത്തനോൾ പ്രൊഡക്ഷന് കസാവയുടെ ചിപ്സ് പല കൺട്രീസും ഫിലിപ്പീൻസ്, മലേഷ്യ ഇവരൊക്കെ ചിപ്സ് ആയിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ടു ചൈന. അപ്പം ബയോ എത്തനോൾ പ്രൊഡക്ഷനും ഈ കപ്പയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ this is a very potential crop which can be used for both industrial application as well as for table purpose. പിന്നെ ഇത് കൂടാതെ ഒത്തിരി ടേബിൾ പർപ്പസ് നോക്കുകയാണെങ്കിൽ തന്നെ ഈ കപ്പ ഉപയോഗിച്ച്, കപ്പ പൊടി ഉപയോഗിച്ച് ഒത്തിരി ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സ്നാക്ക് ഐറ്റംസ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ പാസ്ത, നൂഡിൽസ്, ഇതൊക്കെ ഇപ്പോഴത്തെ ജനറേഷന് ഈ പാസ്ത, നൂഡിൽസ് ഒക്കെയാണ് അവരുടെ സ്റ്റേപ്പിൾ ഫുഡ്. പണ്ട് നമ്മൾ അരിയൊക്കെ കഴിച്ച് നമ്മൾ ചോറൊക്കെ ഉണ്ടിരുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് അവർക്ക് പാസ്തയും നൂഡിൽസും ഒക്കെയാണ് പ്രിഫറൻസ് ഉള്ളത്. അപ്പൊ ഈ പാസ്തയും നൂഡിൽസും പലപ്പോഴും എന്താണ് കളറേഷൻ ഉള്ളത്, ആർട്ടിഫിഷ്യൽ കളറന്റ് യൂസ് ചെയ്തുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് നമ്മുടെ ഈ ബയോ ഫോർട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ ബയോ ഫോർട്ടിഫൈഡ് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഈ ഫ്ലഷ് കളർ ഒന്ന് നോക്കിയാൽ കളർ, പണ്ടൊക്കെ കപ്പയുടെയൊക്കെ ഈ കളർ അല്ലെങ്കിൽ ഈ കളർ, ഈ രണ്ട് കളേഴ്സേ വരുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ ബീറ്റ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പൊ ഇതിന്റെ പൊടിയെടുത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനൊരു ഗോൾഡൻ കളർ കൊടുക്കാൻ പറ്റും. പിന്നെ കപ്പയിലും നമുക്ക് പേർപ്പിൾ കളർ ഇതുവരെ ഇല്ല, പക്ഷെ വേറെ ക്രോപ്സിലുണ്ട്. അപ്പൊ നമുക്ക് അതിനെ മിക്സ് ചെയ്ത് ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ മിക്സ് ചെയ്ത് കളറിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ട്യൂബർ ക്രോപ്സ് തന്നെ യൂട്ടിലൈസ് ചെയ്ത് ബയോ കളറന്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് പല പ്രോഡക്ട്സും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ആസ് എ സ്റ്റേപ്പിൾ ഈവൻ ഇവിടെ ഒരു ടൈപ്പ് റൈസ് ടൈപ്പ് പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പ്രായമായവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവർക്കൊക്കെ അരി തന്നെ കഴിക്കണം അല്ലെങ്കിൽ ചോറ് തന്നെ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കാണും. അതുകൊണ്ട് ദിസ് ലുക്സ് ലൈക്ക് റൈസ് ഓൺലി, വൈറ്റ് റൈസ് പോലെ നമുക്ക് കണ്ടാലിരിക്കും. ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് പാസ്ത വിച്ച് ഇസ് മെയ്ഡ് ഫ്രം കസാവ. കസാവയുടെ ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇങ്ങനെ പല പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ഫുഡിനെ അല്ലെങ്കിൽ ഒരു ക്രോപ്പിനെ അക്സെപ്റ്റബിൾ ടു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പലതരം ആൾക്കാരുടെ ഇടയ്ക്ക് നമുക്ക് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. Now coming to the next crop, that is sweet potato. Sweet potato എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹെക്സാപ്ലോയിഡ് ക്രോപ്പ്. അപ്പൊ പല ക്രോപ്പും നമുക്ക് ഡിപ്ലോയിഡ് അല്ലെങ്കിൽ ട്രിപ്ലോയിഡ് ലെവലിലേ വരുന്നുള്ളൂ. പക്ഷെ ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോൺ ആസ് എ നാച്ചുറൽ ട്രാൻസ്ജീനിക് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹെക്സാപ്ലോയിഡ്. Sorry. This crop was introduced into China in the late 16th century and spread through Asia, Africa and Latin America during the 17th and 18th centuries. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് സെക്കൻഡറി സെന്റേഴ്സ് ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഈ അമേരിക്കയിൽ നിന്നാണ് ഇത് ഉണ്ട്, സെൻട്രൽ അമേരിക്കയാണ് ഇതിന്റെ സെന്റർ ഓഫ് ഒറിജിൻ ആയിട്ട് പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈനാണ്. കപ്പ എന്ന് പറയുന്നത് ഒരു ഇറക്റ്റ് ആണ്, നമുക്ക് കമ്പാണ് നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ്, ഒരു ചെറിയൊരു എന്താണ് പറയുന്നത് നമുക്ക് ഷ്രബാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇതൊരു വൈൻ സിസ്റ്റമാണ്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു വൈനാണ്. അപ്പൊ ഈ വൈനാണെങ്കിൽ പടർന്ന് തറയിൽ പറ്റി പടർന്നാണ് വളരുന്നത്.
അപ്പൊ ഇതിനകത്ത് പല ടൈപ്സ് ഉണ്ട്. അഗെയിൻ ഇറക്റ്റ്, സെമി ഇറക്റ്റ്, സ്പ്രെഡിങ്, വെരി സ്പ്രെഡിങ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പം അഗെയിൻ ഇതിന്റെ ബേസിക് ക്രോമോസോം നമ്പർ എന്ന് പറഞ്ഞാൽ 2n is equal to 6x is equal to 90 ആണ്. അതായത് ദിസ് ഇസ് എ ഹെക്സാപ്ലോയിഡ് ആസ് ഓൾറെഡി മെൻഷൻഡ്. ഇതിന്റെ ബേസിക് ക്രോമോസോം നമ്പർ x is equal to 15 എന്നാണ് നമുക്ക് തൽക്കാലം വരെയുള്ള ഇൻഫർമേഷൻ. ഈ സ്വീറ്റ് പൊട്ടറ്റോയിൽ നേരത്തെ പറഞ്ഞതുപോലെ വേരിയബിലിറ്റി, ഇതെല്ലാം വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് ക്രോപ്സ് ആണെന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ പോലും നമുക്ക് ഇതിനകത്തൊക്കെ വേരിയബിലിറ്റി ഉണ്ട്. സ്വീറ്റ് പൊട്ടറ്റോയും ഫ്ലവർ ചെയ്യുന്നത് മാത്രമല്ല, ഇതും ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് സീഡ്സ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഹൈബ്രിഡ്സ് ആർ അവൈലബിൾ. അപ്പം ഈ ഒരു വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് പ്ലാന്റ് ആണെങ്കിൽ കൂടെ ഇതിനകത്ത് ഒത്തിരി ഡൈവേഴ്സിറ്റി അവൈലബിൾ ആണ്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് കാണാം ലീഫിനകത്തുള്ള വേരിയബിലിറ്റി, സൈസിൽ വേരിയബിലിറ്റി ഉണ്ട്, ഷേപ്പിൽ വേരിയബിലിറ്റി ഉണ്ട്, കളറിൽ വ്യത്യാസമുണ്ട്, നീളത്തിൽ വ്യത്യാസമുണ്ട്, നമുക്ക് ഇതുപോലെ ഓർണമെന്റൽ ടൈപ്സ് കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല ടൈപ്സ് ലീഫ് ഉണ്ട്. കൂടാതെ നമ്മുടെ ഫ്ലഷ് കളർ വേരിയേഷൻ ഉണ്ട്, ട്യൂബറിന്റെ ഷേപ്പിൽ വേരിയേഷൻ ഉണ്ട്, സൈസിൽ വേരിയേഷൻ ഉണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ ഇൻഡസ്ട്രീസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ലൈക്ക് കസാവ, ഇതിനും ഇൻഡസ്ട്രിയൽ റെലവൻസ് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് കളർ വേരിയേഷൻസ്. യു ക്യാൻ സീ ഓറഞ്ച് ഫ്ലഷ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ, പർപ്പിൾ ഫ്ലഷ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. ആൻഡ് യു ക്യാൻ സീ ദ കളർ. നമ്മളൊരു ക്യാരറ്റ് മുറിച്ച് വെച്ചതുപോലെയാണ് ഇതിന്റെ ഫ്ലഷ് കളർ കണ്ടാൽ ഇരിക്കുന്നത്. അപ്പൊ ആഫ്രിക്കയിലൊക്കെ നൗ ദിസ് ഇസ് ബീൻ യൂസ്ഡ് ഇൻ എ ബിഗ് സ്കെയിൽ ഫോർ ബയോഫോർട്ടിഫിക്കേഷൻ ആൻഡ് മാൽന്യൂട്രീഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. എവിടെയൊക്കെ മാൽന്യൂട്രീഷൻ ഒരു ഇഷ്യൂ ആണോ, ക്യാരറ്റ് വാങ്ങി എല്ലാവർക്കും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വൈൻ കട്ടിങ് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈൽഡ് കിട്ടും. ഇറ്റ് ഇസ് ഓൺലി എ 3 month ക്രോപ്പ്. അപ്പം ഈവൻ ഒറീസയില്, നമ്മുടെ തന്നെ കൺട്രിയിൽ ഒറീസയില് പട്ടിണി പാവങ്ങൾ ഒത്തിരി ഉണ്ട്, എസ്പെഷ്യലി ദ കോസ്റ്റൽ റീജിയൻ. ആസ് യു നോ, ദ ഈസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യ ഇസ് മച്ച് മോർ പ്രോൺ ടു സൈക്ലോൺസ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇപ്പൊ തന്നെ റീസെന്റ് ഫാനി എന്ന് പറഞ്ഞൊരു സൈക്ലോൺ വന്നു. ഇൻക്ലൂഡിങ് ഞങ്ങളുടെ ഭുവനേശ്വർ റീജിയണൽ സെന്ററിൽ നമുക്ക് ഒത്തിരി ഡാമേജസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളൊരു നോർമൽ, അപ്പൊ വാട്ടർ ലോഗിങ് ഉണ്ടാകും, സലൈനിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ചിലയിടത്ത് ഡ്രൗട്ട് ആണ് പ്രശ്നമെങ്കിൽ ചിലയിടത്ത് ഈ വാട്ടർ ലോഗിങ്, സലൈനിറ്റി ഇതൊക്കെയാണ് ഇഷ്യൂ. അപ്പം ഏത് ഇഷ്യൂ ആണെങ്കിലും അതിനൊക്കെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ട്യൂബർ ക്രോപ്സ് നമുക്ക് കണ്ടെത്താനാകും. അപ്പൊ ഈ പർട്ടിക്കുലർ ക്രോപ്പ് എന്ന് പറയുന്നത് സലൈനിറ്റി ടോളറേറ്റും ചെയ്യും, നമുക്ക് വാട്ടർ ലോഗിങ് കണ്ടീഷൻസ് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അതും ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനാകെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൺലൈറ്റ് വേണം, വെള്ളവും വേണം, വെട്ടവും വേണം. ഈ ക്രോപ്പിന് 3 months ക്രോപ്പേ ഉള്ളൂ, മണ്ണ് നന്നാവണം. എല്ലാ ട്യൂബർ ക്രോപ്സിനും ഉള്ള ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. അപ്പം ഈ ഇളക്കമുള്ള മണ്ണുണ്ടെങ്കിൽ ഈ ട്യൂബർ ക്രോപ്സ് ഒക്കെ നമുക്ക് നട്ട് നല്ല രീതിയിൽ വളർത്താൻ പറ്റും. ഇവിടെ നമുക്ക് ആ വേരിയബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് അങ്ങേയറ്റത്തെ കളർ, അതായത് വൈറ്റിൽ നിന്ന് റേഞ്ച് ചെയ്ത് ഡാർക്ക് ഓറഞ്ച് വരെ നമുക്ക് ഡിഫറെന്റ് കളർ ഗ്രഡേഷൻസ് ഈ ട്യൂബറിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്കിപ്പോ സിപ്പുമായിട്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊട്ടറ്റോയുടെ അവരുമായിട്ട്, ലിമ പെറുവിലുള്ളവരുമായിട്ട് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ അവർ ഡെവലപ്പ് ചെയ്ത്, അതായത് ദാറ്റ് ഇസ് മെയിൻലി ഫോർ ദ ആഫ്രിക്കൻ നേഷൻ, അവർ ഡെവലപ്പ് ചെയ്ത് ഒത്തിരി സീഡ്സ് നമുക്ക് 20,000 സീഡ്സ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഇവാലുവേഷൻ നമ്മളിപ്പോൾ നടത്തുകയാണ്. സോ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ ഓറഞ്ച് ഫ്ലഷ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ ഓർ എ പർപ്പിൾ ഫ്ലഷ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ which will have good yield, good cooking quality and good nutritive value which can be released for our country. അപ്പൊ നമ്മുടെ കൺട്രിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും സീഡ്സ് എന്ന് പറയുമ്പോൾ. എന്തുകൊണ്ടാണ് വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് ക്രോപ്പിൽ നമ്മൾ സീഡ്സിനെ നോക്കുന്നത്? സോ ദാറ്റ് ക്യാൻ ക്രിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് വേരിയബിലിറ്റി. ആ വേരിയബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സിലക്ഷനിലോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഈ എല്ലാ ക്രോപ്പും സക്സസ്ഫുൾ ക്രോപ്പായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേരിയബിലിറ്റി ഉണ്ടായിട്ട്. ബിക്കോസ് ഒരു ക്രോപ്പ് ഇന്ത്യയെ പോലത്തെ ഒരു കൺട്രിയിൽ ഒരിടത്ത് വളരുന്ന ക്രോപ്പ് ചിലപ്പം അടുത്തൊരു അഗ്രോ ഇക്കോളജിക്കൽ സോണിൽ പോകുമ്പോൾ വളരണം എന്നില്ല. അതുകൊണ്ടാണ് ഈ പല ക്രോപ്പും ഇപ്പോഴും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. കേരളത്തിലെ കണ്ടീഷൻസിൽ നല്ല ഈൽഡ് തരുന്ന ഒരു ക്രോപ്പ്, ഒരു കാച്ചില് ഞാനിപ്പോ ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവെക്കുമ്പോൾ അത് വരണം എന്നില്ല. കാരണം അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്താണ്? ഹില്ലി ടെറൈൻ ആണ്, ടെമ്പറേച്ചർ ഇവിടത്തെ കാട്ടി ഒത്തിരി കൂടുതലാണ്. അപ്പം നമുക്ക് ഈ എല്ലാ ക്രോപ്പിന്റെയും ഇംപ്രൂവ്മെന്റ് ആവശ്യമാണ്. ഇംപ്രൂവ്മെന്റ് വന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. വേറെവർ ദർ ഇസ് എ ഫുഡ് ഷോർട്ടേജ് ഓർ വേറെവർ ദേ വാണ്ട് ഒരു
സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നമ്മുടെ ട്യൂബർ ക്രോപ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെയാണ് ഈ വേരിയബിലിറ്റി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. എക്സ്ക്യൂസ് മീ. അടുത്തത് ഈ ബ്രീഡിങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് വൈൽഡ് സ്പീഷീസ് ആവശ്യമുണ്ട്. ഇത് ജസ്റ്റ് ഞാനൊരു സ്ലൈഡ് അതിന്റെ ഒരു ഭംഗി കാരണം കാണിക്കുന്നേ ഉള്ളൂ. ഒത്തിരി വൈൽഡ് സ്പീഷീസ് ഉണ്ട്. ഈ വൈൽഡ് സ്പീഷീസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പല ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ക്രോസിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഇനി അടുത്ത ക്രോപ്പിലോട്ട് പോകാം. അടുത്ത ക്രോപ്പ് എന്ന് പറയുമ്പോൾ എഡിബിൾ യാംസ് ആണ്. നമ്മൾ ഇവിടെ ഒരു ഇത് ശ്രദ്ധിച്ചാൽ കാണാം, എഡിബിൾ യാം സ്പീഷീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് കേരളത്തിൽ തന്നെ ഒത്തിരി വൈൽഡ് സ്പീഷീസ് ഓഫ് യാംസ് അവൈലബിൾ ആണ്. ഈ വൈൽഡ് സ്പീഷീസ് എഡിബിൾ അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, പലതും എഡിബിൾ ആണ്. ആൻഡ് പല സ്പീഷീസും നമ്മുടെ ട്രൈബൽ പോപ്പുലേഷന്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഫുഡും കൂടെയാണ്. ഇത് ഒരു ജനറൽ പോപ്പുലേഷനിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഇസ് ഓൾറെഡി യൂസ്ഡ് ആസ് ഫുഡ് ക്രോപ്പ് ബൈ മെനി ഇൻഡിജിനസ് പീപ്പിൾ. അതായത് ട്രൈബൽ പീപ്പിൾ എല്ലാം ഒത്തിരി ടൈപ്പ് ഓഫ് യാംസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, കൺസ്യൂമും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹസ് ഗോട്ട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഓൾസോ. ഇതാണ് ഡയസ്കോറിയ അലേറ്റ. ഇപ്പൊ നമ്മളിവിടെ ഞങ്ങളുടെ ഓഫീസിൽ മേജർ 3 തരം യാംസ് ആണ് നമ്മളിപ്പം ഡീൽ ചെയ്യുന്നത്. പിന്നെ വൈൽഡ് സ്പീഷീസ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ മേജർ ആയിട്ടുള്ളത് 3 എണ്ണമാണ്. ഒന്ന് ഡയസ്കോറിയ അലേറ്റ അല്ലെങ്കിൽ ഗ്രേറ്റർ യാം. ഇതാണ് സാധാരണ നമ്മുടെ നാടൻ കാച്ചില്. അതിന്റെ ലീഫ് ഒക്കെയാണ്, അതിന്റെ അപ്പർ പ്ലാന്റ് പാർട്ടാണ് ഇത്. ദെൻ യു ഹാവ് ദ ആഫ്രിക്കൻ യാം അല്ലെങ്കിൽ വൈറ്റ് യാം. ഈ ആഫ്രിക്കൻ യാം ആസ് എ നെയിം സജസ്റ്റ് ദിസ് ഇസ് എൻ ഇൻട്രൊഡക്ഷൻ ഫ്രം ആഫ്രിക്ക. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ടിവിറ്റി വെരി ഹൈ ആണ്. ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹൈ ആണ്. അപ്പൊ ഈ ഒരു യാം, ഈ ശ്രീ ശുഭ്ര, നമ്മൾ ഇങ്ങനെ ഇത്രയും ചെറിയൊരു യാം കാണുന്നത് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു കൃഷിക്കാരൻ, പോങ്ങമൂടുള്ള ഒരു കൃഷിക്കാരനാണെങ്കിൽ ഒരു മൂട്ടിന്ന് he got 275 kg of this particular variety. ഈ ശ്രീ ശുഭ്ര, പുള്ളിയുടെ പേര് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരെ ഉള്ളതാണ്. അപ്പം അത്രയ്ക്ക് ഈൽഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്രോപ്പാണ് ഈ ശ്രീ ശുഭ്ര അല്ലെങ്കിൽ വൈറ്റ് യാം. ശ്രീ ശുഭ്ര മാത്രമല്ല, പുള്ളി യൂസ് ചെയ്തത് അന്ന് ശ്രീ ശുഭ്രയാണെന്നേ ഉള്ളൂ. അല്ലാതെ ആഫ്രിക്കൻ യാം അല്ലെങ്കിൽ വൈറ്റ് യാം എന്ന് പറയുന്നതിന് ഇറ്റ് ഹസ് ഗോട്ട് എ വെരി ഹൈ ഈൽഡ് പൊട്ടൻഷ്യൽ. ഇതൊക്കെ 40 ടൺസ് പെർ ഹെക്ടർ ഒക്കെയാണ് വരുന്നതെങ്കിൽ this has a potential of producing around 300 tons per 300 kg. ഒരു മൂട്ടിൽ നിന്നാണ് 300 ഇയാൾക്ക് 275 kg കിട്ടിയത്. ഇപ്പൊ നമ്മുടെ ഇതിൽ തന്നെ വലിയ പിറ്റൊക്കെ എടുത്ത് നമ്മൾ നടുകയാണെങ്കിൽ 100 kgയുടെ മുകളിൽ ഒരു മൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. ബട്ട് ദോസ് ആർ നോട്ട് ദ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പറയുമ്പോൾ ഒരു 40 to 50 ടൺസ് പെർ ഹെക്ടറെ നമ്മൾ പറയുന്നുള്ളൂ. ഇത് അതിന്റെ ചെടിയാണ്. പിന്നെ ഉള്ളത് ഡയസ്കോറിയ എസ്കുലൻറ്റ ഓർ ലെസറിയം, നനകിഴങ്ങ്, ചെറുകിഴങ്ങ് എന്നൊക്കെയുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഇതും ഒരു മോസ്റ്റ്ലി യൂസ്ഡ് പുഴുങ്ങി കഴിക്കാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നോട്ട് ആസ് എ മേജർ സ്റ്റേപ്പിൾ ഫുഡ്, ബട്ട് ദിസ് ഇസ് ഓൾസോ യൂസ്ഡ് ആസ് എ ഫുഡ് ക്രോപ്പ്. നമ്മൾ സ്നാക്സ് ആയിട്ട് കഴിക്കും, പുഴുക്കുണ്ടാക്കാൻ യൂസ് ചെയ്യും. അങ്ങനെ പല ആപ്ലിക്കേഷൻസ് ഈ എസ്കുലൻറ്റ അല്ലെങ്കിൽ നനകിഴങ്ങ്, ചെറുകിഴങ്ങിനും ഉണ്ട്. ഇപ്പൊ ഗ്രേറ്റർ യാം ഇത് ആഫ്രിക്കയിലെ ഇറ്റ് ഇസ് വൺ ഓഫ് ദ മേജർ ഫുഡ് ക്രോപ്പ് ഇൻ ആഫ്രിക്ക. ഇതിന്റെ പ്ലോയിഡി ലെവലും അഗെയിൻ ദിസ് ഇസ് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. ആദ്യം നമ്മൾ ഇതിനെ ക്രോമസോംസ് ആർ ഇൻ റിയാലിറ്റി ഡിപ്ലോയിഡ്സ്, ട്രിപ്ലോയിഡ്സ് ആൻഡ് ടെട്രാപ്ലോയിഡ്സ് ആണ്. പക്ഷെ നമ്മൾ ആദ്യം ഇതിനെ അങ്ങനെയല്ല കൺസിഡർ ചെയ്തിരുന്നത്. വി തോട്ട് ദേ വർ ടെട്രാപ്ലോയിഡ്സ്, ഹെക്സാപ്ലോയിഡ്സ് ആൻഡ് ഒക്ടാപ്ലോയിഡ്സ് എന്നാണ് നമ്മൾ അതിനെ വിചാരിച്ചിരുന്നത്. അപ്പം നൗ ഇപ്പൊ അതിന്റെ അക്കോർഡിംഗ് ടു ദ റീസൺ ദിസ് തിങ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ബേസിക് ക്രോമസോം നമ്പർ ഓഫ് അലേറ്റ ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 20 എന്നുള്ളതാണ്. ഇതൊരു റീസെന്റ് ഫൈൻഡിങ് ആണ്. ആസ് റീസെന്റ് ആസ് 2000 ഒക്കെയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പുതിയ മാർക്കർ ടെക്നിക്സ്, മോളിക്കുലർ മാർക്കേഴ്സ്, SSR ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. ദിസ് വാസ് ഡൺ അലോങ് വിത്ത് എന്താണ് CTCRI ആസ് വെൽ ആസ് സിറാഡ് എന്ന് പറഞ്ഞ് ഒരു ഫ്രഞ്ച് ബേസ്ഡ് ഒരു അവരുടെ അഗ്രികൾച്ചർ ഡിവിഷനും കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള സ്റ്റഡീസിലാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കി 2 ക്രോപ്സിലും കണ്ടതുപോലെ തന്നെ യു ക്യാൻ സീ ദ വേരിയബിലിറ്റി ഹിയർ. ആൻഡ് ഹിയർ യു ക്യാൻ സീ പർപ്പിൾ കളർ ലീഫ് ഓൾസോ. നമുക്ക് കണ്ടല്ലോ എന്ത് ഡാർക്ക് പർപ്പിൾ ആണ്. സോ ദീസ് ലീവ്സ് ക്യാൻ ഈവൻ ബി യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് ആന്തോസയനിൻ. അപ്പൊ ഈ ക്രോപ്പിൽ ഇപ്പൊ അഗെയിൻ ഇമ്പോർട്ടൻസ് 2 രീതിയിലായി. This can be used in industrial application for the extraction of anthocyanin,
ആൻഡ് അതർ ഈ ഡയോസ്ജെനിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് വിച്ച് ഇസ് ആൻ ആന്റി ഫെർട്ടിലിറ്റി ഫാക്ടർ. അതും നമുക്ക് ബർത്ത് പിൽസിലൊക്കെ, ബർത്ത് കൺട്രോൾ പിൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വെരി കോമൺ ഒരു കെമിക്കലാണ്. അതും ഈ ഡയസ്കോറിയ സ്പീഷീസിനകത്താണ് ഉള്ളത്, ബട്ട് നോട്ട് ഇൻ അലേറ്റ അറ്റ് ഓൾ. പക്ഷെ വൈൽഡ് യാംസിൽ അവൈലബിൾ ആണ്. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ട്യൂബേഴ്സിന്റെ വേരിയബിലിറ്റിയും കാണാം. ദിസ് കൈൻഡ് ഓഫ് വേരിയബിലിറ്റി ഈസ് എക്സിബിറ്റഡ് ബൈ യാംസ്. ഇത് ഫ്ലഷ് കളറിന്റെ വേരിയബിലിറ്റി. ഇവിടെ ഓറഞ്ച് ഫ്ലഷ് കുറച്ച് കുറവാണ്. യു ഗെറ്റ് സംവാട്ട് ലൈക്ക് യെല്ലോ കളർ. പക്ഷെ ആന്തോസൈനിൻ റിച്ച് ലൈൻസ് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലാണ്. ആൻഡ് നൗ കമ്മിങ് ടു ആഫ്രിക്കൻ യാം അഗെയിൻ. ഇവിടെ ഒരു വിശേഷത കൂടെ നമുക്കുണ്ട്. ഇനി നമുക്കൊരു ഏർബൻ കൾട്ടിവേഷനിലാണ് പോകേണ്ടതെന്ന് വിചാരിച്ചോളൂ. നമുക്കൊരു ഇപ്പൊ എല്ലാവരും മട്ടുപ്പ കൃഷിയൊക്കെ ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ഈ വൈറ്റ് യാം ഗെയിൻ സം ഇമ്പോർട്ടൻസ്. ബിക്കോസ് സാധാരണ കാച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ പടർത്തി വേണം ഇടാൻ. അപ്പൊ അതൊക്കെ നമുക്കൊരു ഫീൽഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ശ്രീധന്യ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഈസ് എ ഡ്വാർഫ് വൈറ്റ് യാം, കുറ്റിക്കാച്ചില്. അതായത് കുറ്റിമുല്ലയൊക്കെ പോലെ ഇതിനൊരു 30 സെന്റിമീറ്റർ ഒക്കെ ഗ്രൗണ്ട് ചെയ്യുന്ന പൊങ്ങത്തുള്ളൂ. അതായത് ഒരു സ്കെയിൽ, വലിയ സ്കെയിലിന്റെ പൊക്കം അത്രയും മാത്രമേ ഇത് ഗ്രൗണ്ട് ചെയ്യുന്ന ഇതിന്റെ കനോപ്പി വരത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ചട്ടിക്കകത്താണെങ്കിലും നമുക്ക് നട്ട് വളർത്താൻ പറ്റും. അപ്പം ഇങ്ങനെ ഇത് വേൾഡിൽ തന്നെ ഫസ്റ്റ് ആണ്. വേറെ ആർക്കും ഇങ്ങനെ കുറ്റിക്കാച്ചിലില്ല. അപ്പൊ ഇത് നമ്മുടെ വേൾഡിൽ തന്നെ നമുക്ക് ഇവിടെ വന്ന ഒരു നാച്ചുറൽ മ്യൂട്ടന്റ് ആണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താണ് നമ്മൾ ഈ ശ്രീധന്യ എന്ന് പറയുന്ന വെറൈറ്റി റിലീസ് ചെയ്തത്. സോ ഓൾ ദി ഷോസ് ബാക്കി പല ക്രോപ്പിലും ഉള്ള ബ്രീഡിംഗ് ഡിഫിക്കൽട്ടീസ് ഈ ക്രോപ്പിൽ കുറച്ച് കുറവാണ്. പക്ഷെ ഇതിൽ വേറെ രീതിയിലുള്ള ബ്രീഡിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് ആ ക്രോപ്പ് എത്തുമ്പോൾ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പം ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ റൈസ് ആണെങ്കിലും വീറ്റ് ആണെങ്കിലും എക്സ്റ്റെൻസീവ്ലി അതിനകത്ത് ഹൈബ്രിഡ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതും എമിനബിൾ ടു ബ്രീഡിംഗ് ആണ്. പക്ഷെ ഈ ഇതിലൊരു യാംസിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് നൗ ഓവർകം. യാംസിന്റെ മെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. അപ്പം ആ ചെറിയ ഫ്ലവേഴ്സിനകത്തുനിന്ന് പോളൻ ഗ്രെയിൻസ് എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം CTCRL ഞങ്ങളുടെ സീനിയേഴ്സ് തന്നെ ഉണ്ടാക്കിയ ഒരു ടെക്നിക് ഉണ്ട്, പെൻസിൽ ടിപ്പ് ടെക്നിക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരാണെങ്കിൽ പെൻസിൽ നല്ല ഷാർപ്പൻ ചെയ്തിട്ട് ആ പെൻസില് ഇതിനകത്തോട്ട് പോക്ക് ചെയ്യും. പോക്ക് ചെയ്തിട്ട് വെളിയിലോട്ട് എടുക്കുമ്പോൾ പെൻസിൽ ടിപ്പിനകത്ത് പോളൻ ഗ്രെയിൻസ് വരും. ഈ പോളൻ ഗ്രെയിൻസ് ഉപയോഗിച്ചാണ് അവർ ഫീമെയിൽ ഫ്ലവേഴ്സിന് പോളിനേറ്റ് ചെയ്തതും ആദ്യമായിട്ടുള്ള വേൾഡിലെ ഫസ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഡെവലപ്പ് ചെയ്തത്. അതിന്റെ പേരാണ് ശ്രീ ശില്പ. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമ്പാക്ട് സൈസ് ആണ്. പൊതുവെ കാച്ചിലിനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ മണ്ണിന്റെ അടിയിലാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇതിന്റെ സൈസ് ഒരു ഇറഗുലർ ആയിട്ട് വലുതായിട്ട് ബൾക്ക് ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടാതെ എടുക്കുന്നത് ഒരു പ്രോബ്ലമാണ്. അപ്പൊ ശ്രീ ശില്പ എന്ന് പറയുന്ന ഫസ്റ്റ് ഹൈബ്രിഡിന് ഹാസ് ഓവർകം ദിസ് പ്രോബ്ലം. അത് നമ്മുടെ ഒരു ന്യൂക്ലിയസ് ഫാമിലിക്കുള്ള വേണ്ടതൊക്കെ പോലെ ചെറിയ കാച്ചിലുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പം കോമ്പാക്ട് സൈസ് ആണ്. അപ്പൊ കുഴിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അതിന്റെ ഹാർവെസ്റ്റബിലിറ്റി ഈസ് മച്ച് മോർ ഈസിയർ ഇൻ ദ കേസ് ഓഫ് ദ ഹൈബ്രിഡ് ശ്രീ ശില്പ. ബാക്കി കുറെയൊക്കെ നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്തതൊക്കെ ഹൈബ്രിഡ്സും ഉണ്ട്, അല്ലാതെ സെലക്ഷൻസും ഉണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ വേറൊരു കാച്ചിൽ എന്ന് പറയുന്നത് ബൾബിഫർ. ഇത് ഇറച്ചിക്കാച്ചിൽ എന്നൊക്കെ പറയും. ഇത് നമ്മള് മോളിൽ വരുന്ന കാച്ചിലാണ്, മേക്കാച്ചിലാണ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. താഴെയുള്ള പോർഷൻ മോസ്റ്റ്ലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് മോസ്റ്റ്ലി കഴിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ മേക്കാച്ചിലാണ്. ഇതാണ് നമ്മുടെ വേരിയബിലിറ്റി എന്ന് പറയുന്നത്. ഈ വേരിയബിലിറ്റി എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് സ്റ്റിറോയിഡ് സാപ്പോജനിൻസ് ആണ്. യു ക്യാൻ സീ ദ ലാർജ് നമ്പർ ഓഫ് വേരിയബിലിറ്റി which is exhibited by this species, that is Dioscorea. ഇതൊക്കെ കാട്ടിലുള്ളവർ കൺസ്യൂം ചെയ്യുന്നതാണ്. പലതിനും മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും നോർമൽ കൾട്ടിവേഷനിൽ വരുന്ന ക്രോപ്സ് അല്ല. ഇനി അടുത്ത സെറ്റ് എന്ന് പറയുമ്പോൾ എഡിബിൾ ടാരോ. ഹിയർ അഗെയിൻ വി ആർ യൂസിങ് ദ ടേം എഡിബിൾ. എഡിബിൾ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തൂരിയം തൊട്ട് പല ക്രോപ്സും ഇതിനകത്ത് വരും. അപ്പം ഇത് നമ്മൾ എഡിബിൾ ആയിട്ടുള്ള ക്രോപ്സ് മാത്രമേ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ. മേജർ ആയിട്ട് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് അമോർഫോഫാലസ് പിയാനിഫോഡിയസ്, ദാറ്റ് ഇസ് എലഫന്റ് ഫുട്ടിയം ഓർ ചേന, കൊലക്കേഷ്യ എസ്കുലന്റ അല്ലെങ്കിൽ ടാരോ ചേമ്പ്, സാന്തോസോമസ് സാജിറ്റിഫോളിയം ടാനിയ അല്ലെങ്കിൽ പാൽ ചേമ്പ്. പിന്നെ ഇത് സ്വാം ടാരോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഭുവനേശ്വർ സൈഡിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അഗെയിൻ ഈ അരേസിയ ഫാമിലിക്കകത്ത് കുറച്ച് ഹെട്രോജനിറ്റി കൂടുതലാണ്. അതായത് ഇത് ഹെട്രോജനിറ്റി ഇൻ സൈസ്,
ഷേപ്പ്, അതിന്റെ ഓരോ വളരുന്ന രീതികള്, അതിനകത്തുള്ള പ്ലോയിഡി ലെവല്, അങ്ങനെ പല കാര്യങ്ങളും, മോർഫോളജി, ക്രോമസോം സ്ട്രക്ചർ, നമ്പർ, ഇതിലെല്ലാം ഇത് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഹൈലി ഹെട്രോജിനസ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് ഇത്. ഇപ്പൊ ടാരോയും അഗെയിൻ വി നോ ദാറ്റ് ഇറ്റ് ഇസ് ഒറിജിനേറ്റഡ് ഇൻ ദ ഇൻഡോ മലയൻ റീജിയൻ. നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള ടാരോയുടെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന ടാരോ ഒന്നും അല്ല. ഇവിടെ നമുക്ക് ഒരൊറ്റ ടൈപ്പ് സാമ്പാർ ചേമ്പ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതല്ല അതിന്റെ വേരിയബിലിറ്റി. ഇതിനകത്ത് നമ്മൾ ഡിപ്ലോയിഡ്സും ട്രിപ്ലോയിഡ്സും ഒക്കെ ഉണ്ട്. ദീസ് ആർ ഓൾ നാച്ചുറൽ ട്രിപ്ലോയിഡ്സ് ഓൾസോ. അപ്പൊ ഈ ഡിപ്ലോയിഡ്സിന് 2n28ഉം ട്രിപ്ലോയിഡ്സ് 2n42 ആണ്. പക്ഷേ ഇവിടെ പല പ്ലോയിഡി ലെവലും നമ്മൾ കണ്ടിട്ടുണ്ട്. 2n is equal to 22, 26, 36, 38, 44, 46, 48. ഇതൊക്കെ പല പേപ്പേഴ്സിലും നമുക്ക് കണ്ടിട്ടുള്ള പലതരം ചേമ്പുകളുടെ പ്ലോയിഡി നമ്പർ ആണ്. അപ്പൊ അത്രയും ഹെട്രോജിനസ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് ചേമ്പ് എന്ന് പറയുന്നത്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡിബിൾ അറോയിഡ്സ് ആണ്. ഈ കാണുന്നത് ചേമ്പാണ്, ചേമ്പിന്റെ ചെടി. ഇതാണ് നമ്മുടെ സാധാരണ കാണുന്ന, നമ്മൾ ഇവിടെ കാണാറുള്ള ചേമ്പ്. ഇത് ചേനയുടെ ചെടി, ചേനയുടെ ചേന. ഇത് പാൽച്ചേമ്പിന്റെ ചെടിയാണ്. പാൽച്ചേമ്പും ചേമ്പുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിപ്പ്, നമ്മുടെ പീറ്റിയോള് ടിപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് പാൽച്ചേമ്പാണ്. ടാരോയ്ക്ക് അങ്ങനെയല്ല. ഈ നടുഭാഗത്ത്, ടിപ്പിലല്ല, ടിപ്പ് ഇവിടെയാണ്, ടിപ്പിന് മുന്നേ നടുഭാഗത്താണ് അതിന്റെ പീറ്റിയോൾ അറ്റാച്ച്മെന്റ് വരുന്നത്. പിന്നെ ഇത് വേറൊരു ക്രോപ്പാണ്, അലക്കീഷ്യ എന്ന് പറഞ്ഞിട്ട്, ജയൻ ടാരോ എന്ന് പറയും. ഇത് നമ്മുടെ പലയിടത്തും കാണാറുണ്ട്, പക്ഷെ ഭയങ്കര ചൊറിച്ചിലാണ് ഇതിന്. അപ്പൊ ഇത് പക്ഷെ നമുക്ക് ഇതിന് വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമ്മളിപ്പോ എക്സ്പ്ലോർ ചെയ്ത് വരികയാണ്. പല ട്രൈബൽ പോപ്പുലേഷനും ഇത് യൂസ് ചെയ്യാറുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. അവര് റണ്ണിങ് വാട്ടർ ഉള്ളയിടത്ത് ഇത് കെട്ടി ഈ വെള്ളത്തിൽ ഇങ്ങനെ വെക്കും. ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഒഴുകി പോകുന്നതിന്റെ കൂട്ടത്തിൽ ഇത് നന്നായിട്ട് കഴുകി ഇതിനകത്തുള്ള അക്രിഡിറ്റി കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് എല്ലാം ഒലിച്ചു പോയി കഴിഞ്ഞിട്ട് അവരിതിനെ കുക്ക് ചെയ്ത് കഴിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് നമുക്ക് ഇപ്പോഴും ഒരു മേജർ ക്രോപ്പായിട്ട് ഈവൻ നമ്മളും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെയും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ടൈപ്സ് ഓഫ് ടാരോ. ഈ ടാരോയിൽ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇനി ഓരോ ക്രോപ്പായിട്ട് നമുക്ക് നോക്കാം. ബൊട്ടാനിക്കൽ വെറൈറ്റി, ഇതിനകത്ത് 2 ബൊട്ടാനിക്കൽ വെറൈറ്റി ഉണ്ട്. ഒന്ന് എഡോ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇത് സാമ്പാർ ചേമ്പ്. ഇവിടെ നമുക്കറിയാം തള്ളച്ചേമ്പ് എന്ന് പറയുന്നത് ചെറുതും. നമ്മൾ ഈ നേരത്തെ പിക്ചർ, ഇതൊരു ടിപ്പിക്കൽ എഡോയുടെ പിക്ചർ ആണ്. ഇത് നമുക്ക് മദർ കോം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിന് ചുറ്റും ഒത്തിരി ഡോട്ടർ കോർമൽസ് ഉണ്ടാകും. അപ്പം ഇതാണ് എഡോയുടെ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അതേസമയം ഈ ദഷീൻ ടാരോ എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. മദർ കോം ആണ് ഇത്രയും നീണ്ടിരിക്കുന്നത്. ഇവിടെ ചെറുതായിട്ട് ഈ കാണുന്നതൊക്കെയാണ് ഡോട്ടർ കോർമൽസ്. ഇത് കുറച്ച് നീളത്തിന് വളരും, നീണ്ട് ഓൾമോസ്റ്റ് ഇത്രയും ഈ ലെവലിലൊക്കെ വളരത്തുള്ളൂ, അതിൽ കൂടുതൽ വളരത്തില്ല. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ക്യാരക്ടർ. മദർ കോം ഇസ് എ വൺ ദാറ്റ് ഇസ് കൺസ്യൂംഡ്. മറ്റേ വിത്തുകൾ നമ്മൾ നടാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ദേ ആർ വെരി സ്മോൾ ഇൻ സൈസ്. എഡോയിൽ അങ്ങനെയല്ല, തള്ളച്ചേമ്പ് നമ്മൾ നടാൻ യൂസ് ചെയ്യും, വിത്തുകളെല്ലാം നമ്മൾ കഴിക്കാനും യൂസ് ചെയ്യും. അപ്പം ഇങ്ങനെ 2 ടൈപ്സ് ഉണ്ട്. പിന്നെ ദിസ് ഇസ് എ സ്വാം ടാരോ. ഇത് നമ്മുടെ ഇവിടെ അല്ല കോമൺ. ഇത് സ്വാംപി കണ്ടീഷൻ, ലൈക്ക് ദ നെയിം സജസ്റ്റ്, സ്വാംപി കണ്ടീഷൻസിൽ ഇത് നട്ടു കഴിഞ്ഞാൽ ഈ കോർമൽസ്, ഇത് കോർമൽസ് ആണ്. ഈ കോർമൽസ് മേപ്പോട്ടാണ് വളരുന്നത്, മണ്ണിന്റെ അടിയിലോട്ടല്ല പോകുന്നത്. ഇത് മേപ്പോട്ടാണ് വളരുന്നത്. സോ ദാറ്റ് ആ സ്വാംപി കണ്ടീഷൻസിന് ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഓരോ ട്യൂബർ ക്രോപ്പിനും ഓരോ പ്രത്യേകതകളുണ്ട്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ അഡാപ്റ്റ് ഇറ്റ്സെൽഫ് ടു ദ ഡിഫറെന്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അപ്പൊ ആ ഒരു പ്രത്യേകതയാണ് ഈ ഗ്രൂപ്പ് ഓഫ് ക്രോപ്സിനെ തന്നെ ഒരു സ്പെഷ്യൽ ലെവലിലോട്ട് കൊണ്ടുപോകുന്നത് ഇൻ ദ ചേഞ്ചിങ് ക്ലൈമാറ്റിക് സിനാരിയോ. ഇത് കണ്ടോ, വേരിയേഷൻ, ഇത്രയും വേരിയേഷൻ ആണ് നമുക്ക് ഈ ക്രോപ്പിൽ കിട്ടുന്നത്. ഇത് ഉരുണ്ടതായിട്ടിരിക്കും, ഇത് മൾട്ടി ഫേസറ്റഡ്, പല മുഖങ്ങളുള്ളതാണ്. ഇവിടെ നമുക്ക് പരന്ന് നീണ്ടത്, ഇത് നമ്മുടെ നേരത്തെ കണ്ട ദഷീൻ ടൈപ്പ് ഓഫ് ടാരോ ആണ്, നീണ്ട ടാരോ. ഇത് നമ്മൾ സാധാരണ ഇവിടെ കാണുന്നത്, ഇത് കേരളത്തിൽ കാണുന്ന ഒരു ടൈപ്പാണ്. ഇത് എഡോ ടൈപ്പ്. അങ്ങനെ ഒത്തിരി വേരിയബിലിറ്റി നമുക്ക് കാണുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇപ്പോൾ ഒരു വെറൈറ്റി പുതിയതായിട്ട് ഒരു അക്സഷൻ കിട്ടിയിട്ടുണ്ട്, വിച്ച് ഹസ് ഗോട്ട് ആന്തോസൈനിൻ എൻറിച്ച്മെന്റ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അല്ല, ഇവിടെ ആന്തോസൈനിൻ എൻറിച്ച്മെന്റ് ഉണ്ടെങ്കിലും വളരെ കുറവാണ്. ആന്തോസൈനിൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഇത് ഒരു കളക്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് കുറച്ച് റെയർ ആണ്.
ടാരോയിൽ അങ്ങനെ ഒരു ബയോഫോർട്ടിഫിക്കേഷൻ കുറച്ച് റെയർ ആണ്. പിന്നെ കാണുന്നത് ആ ലീഫിന്റെ വേരിയേഷൻ ആണ്. ഇവിടെ വെറും സാധാരണ ലീഫ് പോലെ കാണും, ഇവിടെ നടുക്കൊരു പേർപ്പിൾ സ്പോട്ട് ഉണ്ട്, ഇവിടെ പേർപ്പിൾ സ്പോട്ടും വേരിയേഷനും ഉണ്ട്, ഇവിടെ പേർപ്പിൾ സ്പോട്ടും കൂടുതൽ വേരിയേഷൻ ഉണ്ട്. അപ്പൊ യു ക്യാൻ സീ ലോട്ട് ഓഫ് വേരിയബിലിറ്റി. ഇവിടെ കണ്ട ഒരു ലെതറി നേച്ചർ ഓഫ് ദ ലീഫ്. അപ്പം വേരിയബിലിറ്റി ഈസ് വെരി ഹൈ. ദിസ് ഇസ് മെയിൻലി ബിക്കോസ് നമ്മൾ ഒരു സെന്റർ ഓഫ് ഒറിജിൻ കൂടെ ആയതുകൊണ്ട് സെന്റർ ഓഫ് ഒറിജിനിൽ എപ്പോഴും വേരിയബിലിറ്റി എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലായിരിക്കും. അപ്പം because of that we have lot of variability. Purple petiole, light purple petiole, pacha petiole, tall variety, dwarf variety. So many variations are there. So chamber and chena ഈ രണ്ടും നമുക്ക് ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു സെന്റർ ഓഫ് ഒറിജിൻ ഉള്ള ക്രോപ്സ് ആണ്. അതുകൊണ്ട് വേരിയബിലിറ്റി ഈസ് ഓൾസോ ഹൈ ഇൻ ദീസ് ക്രോപ്സ്. അപ്പം ഇതിന്റെ അഡാപ്റ്റേഷൻ, വേരിയബിലിറ്റി കൂടുമ്പോഴുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അഡാപ്റ്റേഷനും നമുക്ക് ഹൈ ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ടു the different agroecological zones that are available even within India also. അപ്പോൾ ഇതൊരു മേജർ ക്രോപ്പിലോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ടാരോയുടെ സ്റ്റാർച്ചിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ടാരോ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി സ്മോൾ സ്റ്റാർച്ച്. ആ സൈസ്, ഗ്രാന്യൂൾ സൈസ് വെരി സ്മോൾ ആയതുകൊണ്ട് ഇറ്റ് ഇസ് ഗോട്ട് ഹൈ ഡൈജസ്റ്റബിലിറ്റി. അങ്ങനെ വരുന്നത് കൊണ്ട് പല ഈ നമ്മൾ ബേബി ഫുഡ്സ് ഉണ്ടാക്കുമ്പോൾ അലോങ് വിത്ത് മിൽക്ക് ദിസ് സ്റ്റാർച്ച് ഇസ് ഓൾസോ ആഡഡ് ആസ് എൻ അഡിറ്റീവ്. അപ്പം ഇത് ഹൈ, നമ്മുടെ ആരോ റൂട്ട് ഒക്കെ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ ടാരോ സ്റ്റാർച്ച് ഇസ് ഇമ്പോർട്ടന്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ലെവൽ ഓൾസോ. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രിഡിറ്റി ആണ്. അപ്പൊ നമ്മൾ അക്രിഡിറ്റി റിമൂവ് ചെയ്യാനുള്ള ചൊറിച്ചിൽ റിമൂവ് ചെയ്യാനുള്ള ഒരു വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദീസ് ക്രോപ്സ് കൻ ഓൾസോ ബി യൂസ്ഡ് ആസ് മേജർ സ്റ്റേപ്പിൾ ഫുഡായിട്ട് യൂസ് ചെയ്യാൻ കുറച്ച് പാടാണ് ബിക്കോസ് ഓഫ് ദ സൈസ്, ബട്ട് ഇറ്റ് വിൽ ഹാവ് മെനി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഫുഡിൽ നമുക്ക് ഈ ക്രോപ്സിനെല്ലാം ഒരു റോള് കണ്ടെത്താനാകും. Now coming to elephant foot yam. ഇവിടെ elephant foot yamന് സൈസിന് ഒരു പ്രശ്നവും ഇല്ല. This has got a very big size tuber. അപ്പം ലൈക്ക് യാംസ് നമുക്ക് ഈ elephant foot yamനും productivity is very high. And ഇവിടെ നമുക്ക് around 90 species of Amorphophallus are present in the tropics. 100 species are there in Africa, India, Malaysia to Australia. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണ് ഇതിന്റെ സെന്റർ ഓഫ് ഒറിജിൻ, അലോങ് വിത്ത് ശ്രീലങ്കയും ഇന്ത്യ ഒക്കെ വരുന്ന റീജിയൻ ആണ് ഇതിന്റെ സെന്റർ ഓഫ് ഒറിജിൻ ആയിട്ട് പറയുന്നത്. അപ്പം അറൌണ്ട് 15 സ്പീഷീസ് ആർ എൻഡമിക് ടു ഇന്ത്യ ഓൾസോ. അപ്പൊ ഇതിനകത്തും രണ്ട് പേർപ്പസസ് ഉണ്ട്. ഒന്ന് ഇതിന് ഹൈ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആണ്, രണ്ടാമത്തത് ഇതൊരു മെഡിസിനൽ പേർപ്പസും കൂടെ ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഓൾസോ. ഇതിനകത്തൊരു ഗ്ലൂക്കമാൻ എന്ന് പറഞ്ഞിട്ടൊരു ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഉണ്ട്. ആ ഗ്ലൂക്കമാൻ ആണെങ്കിലും ഇറ്റ് ഹാസ് ഗോട്ട് വെരി ഹൈ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പം ഇത് ഈ ക്രോപ്പിനെയും നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് രണ്ട് രീതിയിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഏർലിയർ നമ്മൾ പല കേസസിലും എന്താണ് എലഫന്റ് ഫുട്ട് യാം നമ്മൾ വലുതായിട്ട് ഒരു സോൾ ക്രോപ്പായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്നില്ല ബിക്കോസ് ഈ ചൊറിച്ചിലുള്ളത് കൊണ്ട്. ബട്ട് നൗ മെനി വെറൈറ്റീസ് ആർ ദർ വിച്ച് ഡു നോട്ട് ഹാവ് ദറ്റ് അക്രെഡിറ്റി. അങ്ങനെ വരുമ്പോൾ ഈവൻ ഇറ്റ് ഇസ് ബീൻ എക്സ്പോർട്ടഡ് ടു ദ അതർ കൺട്രീസ് നൗഡേയ്സ്. മെയിൻ ആയിട്ട് നമുക്ക് ബീഹാറിൽ നിന്നൊക്കെയാണ് ഈ ക്രോപ്പ് എക്സ്പോർട്ട് ചെയ്ത് വരുന്നത് ഇപ്പം. അപ്പൊ നമുക്ക് ഈവൻ നമുക്കാണെങ്കിലും ആസ് എ സോൾ ക്രോപ്പ് നമുക്കാണെങ്കിലും നടാം, നമുക്കാണെങ്കിലും ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നല്ല സാധ്യതയുള്ളതാണ്. ഇതും ഒരു വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് ക്രോപ്പ് ആണ്, ഡിപ്ലോയിഡ് ആണ്. 2 N ഉണ്ട്. 2N is equal to 26ഉം 2N is equal to 28ഉം റിപ്പോർട്ടഡ് ആണ്. ചേനയുടെ മോൾ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസം തോന്നത്തില്ല. ഫ്രം അബവ് ഇറ്റ് ലുക്സ് ഓൾമോസ്റ്റ് ദ സെയിം. പക്ഷെ അടിയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വേരിയേഷൻ ഉണ്ട്. ഇത് പിയാനിഫോളിയസിനകത്ത് തന്നെ ആവുമ്പോൾ വേരിയേഷൻ വിത്തിൻ സ്പീഷീസ് വേരിയബിലിറ്റി ലെസ് ആണ്, ബട്ട് ബിറ്റ്വീൻ സ്പീഷീസ് വേരിയബിലിറ്റി ഈസ് ദെയർ. ഇതൊക്കെ വേറൊരു സ്പീഷീസ് ആണ്, ചേനയുടെ വേറൊരു സ്പീഷീസ് ആണ്. ഇവിടെ യു ക്യാൻ സീ ദ സ്മൂത്ത് സർഫസ് ഓഫ് ദ സ്കിൻ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചേമ്പിനകത്ത് 2 ബൊട്ടാനിക്കൽ വെറൈറ്റീസ് പറഞ്ഞിരുന്നു, അതുപോലെയാണ് ഈ ഒരു വെറൈറ്റി. ഇവിടെ നമ്മൾ സാധാരണ ചേനയുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള കോമാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, കണ്ണുകളൊക്കെ നമ്മൾ തട്ടിക്കളയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ കോമല്ല കൺസ്യൂം ചെയ്യുന്നത്, ഈ കണ്ണുകളാണ് ഒത്തിരി വലുതാകും. ഇതിന്റെ പേര് കരുണക്കിഴങ്ങെന്നാണ്. ഇത് തമിഴ്നാട് റീജിയനിൽ കോമൺ ആണ്. അത് പ്രത്യേകിച്ച് അവരുടെ ഈ ജനുവരിയിൽ വരുന്ന പൊങ്കൽ ടൈമിലൊക്കെയാണ് ഇത് മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പുളിയോട് കൂടി ചേർത്ത ഡിഷസ് ആണ് അവർ ഇത് വെച്ച് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി മെഡിസിനൽ ഓൾസോ. അവരിതിന് ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടീസ് കാണുന്നത് കൊണ്ടാണ് ഈ ഒരു ക്രോപ്പിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കമ്പോണന്റ് ആണ് പൊങ്കലിന്. പിന്നെ ഇത് നമുക്ക് വെളിയിൽ തന്നെ കാണാൻ പറ്റും, റഫ് ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ചേനയാണ്.
ഇത് നമ്മുടെ നോർമൽ നമ്മൾ സാധാരണ കാണുന്ന ചേന ഷേപ്പ് ഇതല്ലെങ്കിലും സ്ട്രക്ചർ ഒക്കെ സാധാരണ ചേനയ്ക്ക് ഇതുപോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് കാണുന്നത്. അപ്പം ചേനയും ആസ് എ സെഡ് ഇതും ഒരു ക്രോപ്പാണ് വിച്ച് ഇസ് ലെസ് എക്സ്പ്ലോയിറ്റഡ് ആസ് ഓഫ് നൗ ബട്ട് വിച്ച് ഹാസ് എ പൊട്ടൻഷ്യൽ whereby we can exploit it to a greater extent than what we are doing now. ഇനി സാന്തോസോമ സാജിറ്റിഫോളിയം അല്ലെങ്കിൽ ടാനിയ ഇതൊരു ഇമ്പോർട്ടഡ് ക്രോപ്പാണ്, നമുക്ക് പുറത്തുനിന്ന് കിട്ടിയ ഇൻട്രൊഡ്യൂസ്ഡ് ക്രോപ്പാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചേമ്പ് പോലെ തന്നെ ഇരിക്കും, പക്ഷെ കുറച്ചുകൂടെ ടോളറാണ്. ഇതിനകത്താണെങ്കിൽ ഹസ്റ്റേറ്റ് ലീവ്സ് ആണ് ഇൻ കോൺട്രാസ്റ്റ് ടു പെൽറ്റേറ്റ് ലീവ്സ് ഇൻ ടാരോ. അപ്പൊ ഇവിടെ ലീവ്സ് എന്ന് പറഞ്ഞാൽ ഹസ്റ്റേറ്റ് ആണ്, ആ ടിപ്പിലാണ് പീറ്റിയോളിന്റെ അറ്റാച്ച്മെന്റ് വരുന്നത്. ഈ ഒരു ചേമ്പിന് ചൊറിച്ചില് കുറവാണ്, പാൽച്ചേമ്പ് പൊതുവെ വലുതായിട്ട് ചൊറിയത്തില്ല. അപ്പം ഇതിന്റെ ലീവ്സ് ആണെങ്കിലും ട്യൂബേഴ്സ് ആണെങ്കിലും രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലീവ്സ് ആർ യൂസ്ഡ് ആസ് ട്യൂബേഴ്സ്, പിന്നെ യൂസ്ഡ് ആസ് വെജിറ്റബിൾസ്. മാത്രമല്ല ലീവ്സ് കൊണ്ട് സ്നാക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കും, എസ്പെഷ്യലി മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ സൈഡിലൊക്കെ സ്നാക്ക് പ്രോഡക്ട്സും ഉണ്ടാക്കും. ഇറ്റ് ഇസ് ഓൾസോ കൺസ്യൂംഡ് ആസ് എ വെജിറ്റബിൾ. ഞങ്ങൾ ഒരിക്കൽ സിക്കിമിന് പോയപ്പോഴത്തേക്ക് അവര് ഈ ട്യൂബേഴ്സ് ആണ് അവിടെ പൊട്ടറ്റോയ്ക്ക് പകരം ഈ സാന്തോസോമയുടെ ട്യൂബേഴ്സ് ആണ് ഈ കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത് പോലത്തെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻ ഇന്ത്യ, സ്പെഷ്യലി ഇന്ത്യ എന്ന് പറയാൻ പറ്റത്തില്ല, ഇൻ കേരള നമ്മൾ പ്രിഫേർഡ് എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബേഴ്സ് ആണ്. ഇതിനകത്ത് രണ്ട് മേജർ സ്പീഷീസ് ആണ്, സാജിറ്റിഫോളിയും വയലേഷ്യയും. വയലേഷ്യം ലൈക്ക് ദ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ് അതിന്റെ പീറ്റിയോളും വയലറ്റ് കളർ ഇൻ നേച്ചർ ആണ്. അപ്പൊ ഈ രണ്ട് സ്പീഷീസ് ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. 2n=26 ആണ്. ഇതാണ് നമ്മുടെ വയലേഷ്യം, ഇത് രണ്ടും. ആൻഡ് ദിസ് ഇസ് എ സാന്തോസോമ സാജിറ്റിഫോളിയം. ഇത് ടാനിയയുടെ ട്യൂബേഴ്സ് ആണ്. ഇവിടെ ട്യൂബേഴ്സിൽ നമുക്ക് ഇതുവരെ ബയോഫോർട്ടിഫിക്കേഷൻ വലുതായിട്ട് കിട്ടിയിട്ടില്ല. ബട്ട് റീസെന്റ് വി ഗോട്ട് ഒരു ആന്തോസൈനിൻ കുറച്ചുള്ള ഒരു ലൈൻ കിട്ടി. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഫുള്ളി, ഇപ്പൊ ടാരോയിൽ കണ്ട അത്രയും ആന്തോസൈനിൻ ഇല്ലെങ്കിലും അതൊരു ലൈറ്റ് പിങ്കിഷ് കളറിലാണ് അതിന്റെ ട്യൂബേഴ്സ് ഇരിക്കുന്നത്, അതിന്റെ കട്ട് ഫ്ലഷ് കളർ ഇരിക്കുന്നത്. അപ്പം ഇതിനകത്ത് യെല്ലോ കളേഴ്സ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയുള്ള മേജർ ഒരു ക്രോപ്പ് എന്ന് പറയുന്നത് ഈവൻ ട്യൂബർ ക്രോപ്സിനകത്ത് തന്നെ, ട്യൂബർ ക്രോപ്സ് ഇറ്റ്സെൽഫ് ആർ അണ്ടർ യൂട്ടിലൈസ്ഡ്, അതിനകത്ത് തന്നെ മൈനർ ട്യൂബർ ക്രോപ്സ് ഉണ്ട്. കാരണം ഇത് നമ്മൾ സോളായിട്ട് ക്രോപ്പായിട്ട് കഴിക്കുന്നില്ല പലയിടത്തും. ഇറ്റ് ഹാസ് ഗോട്ട് മെനി അതർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ചെറിയ നമുക്ക് വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ആപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഉള്ള ക്രോപ്സിനെയാണ് ഈ മൈനർ ട്യൂബർ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മൈനർ ട്യൂബർ ക്രോപ്സ് മോസ്റ്റ്ലി ഒരു സോൾ കൾട്ടിവേഷൻ ഇല്ല, എക്സെപ്റ്റ് ഫോർ കോളിയസ്, അതായത് ഈ ചൈനീസ് പൊട്ടറ്റോ ആൻഡ് ആരോ റൂട്ട്. ഇതല്ല മരാൻഡ് ആരോണ്ടിനേസിയ, ഈ ആരോ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയൊന്നും അങ്ങനെ ഒരു സോൾ ക്രോപ്പായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇതാണ് ഓരോ ക്രോപ്പും. ചൈനീസ് പൊട്ടറ്റോ അല്ലെങ്കിൽ കൂർക്ക, നമ്മൾ കൂർക്ക ഇറ്റ് ഇസ് എ വെരി വെൽ നോൺ വെജിറ്റബിൾ. തമിഴ്നാട് ഏരിയയിലൊക്കെ ആണെങ്കിലും തൃശ്ശൂർ സൈഡിലാണെങ്കിലും ഇത് ഫുൾ സോൾ ക്രോപ്പായിട്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് യാംബീൻ എന്ന് പറഞ്ഞൊരു ക്രോപ്പാണ്. താഴത്തെ ഫോട്ടോ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതൊരു സാലഡ് പർപ്പസിന് വേണ്ടി നോർത്ത് ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്രോപ്പാണ്. കണ്ട നമ്മുടെ പയർ പോലെയൊക്കെ വള്ളിയായിട്ട് വളരുന്ന ഒരു ഇതാണ്. പിന്നെ കുർക്കുമ സ്പീഷീസ്, നമ്മള് മെഡിസിനൽ കുർക്കുമാസ് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. വി ആർ ഡീലിംഗ് ഓൺലി വിത്ത് സ്റ്റാർച്ചി കുർക്കുമാസ്. പിന്നെ ടൈഫോണിയം എന്ന് പറയുന്ന ഒന്നുണ്ട്, ഇതിലും ഒരു ചെറിയ ട്യൂബർ ഉണ്ട്, അതിന്റെ സ്റ്റാർച്ചസ് ഓൾസോ അഗെയിൻ യൂസ്ഡ്. ടാക്ക, ഇതൊക്കെ കോസ്റ്റേഴ്സ്, ഇതൊക്കെ ഇൻസുലിൻ പ്ലാന്റ് എന്ന് പറയും ഇതിന്. അപ്പൊ ഇതിനൊക്കെ സ്റ്റാർച്ചും ഉണ്ട്. പല കേസസിലും ഇത് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ സ്റ്റാർച്ചിന് വേണ്ടിയിട്ടാണ് ബർഫി ഉണ്ടാക്കും. ഈ ടാക്കയൊക്കെ വെച്ചിട്ട് ബർഫീസ് ഒക്കെ ഉണ്ടാക്കും. അത് മോസ്റ്റ്ലി പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ട്രൈബൽ പീപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതൊരു മേജർ ക്രോപ്പായിട്ട് ഇതുവരെ വന്നിട്ടില്ല. Chinese potato, around 60 species are distributed throughout the world. The Plectranthus rotundifolius എന്നാണ് ഇതിന്റെ പേര്. ഇത് ശ്രീലങ്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്ത്യ ഒക്കെ ഇത് വളരുന്നുണ്ട്. നേറ്റീവ് ഓഫ് ആഫ്രിക്കയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൊതുവെ തമിഴ്നാട്ടിലും കേരളയിലും മാത്രമാണ് ഇതിന്റെ കൾട്ടിവേഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ തമിഴ്നാട്ടിൽ ഞങ്ങൾ ഒരു കളക്ഷന് പോയപ്പോഴും അവരും പറയുന്നത് അവര് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ അവര് കേരളത്തിലോട്ട് തന്നെയാണ് അയക്കുന്നത്. സോ ഇറ്റ് ഇസ് വൺ ഓഫ് ദ മേജർ വെജിറ്റബിൾ ഇൻ കേരള എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇൻ കോളിയസ് 4 സ്പീഷീസ്, ദാറ്റ് ഇസ് അരോമാറ്റിക്കസ്, ഫോസ്കോളി, സൈലാനിക്കസ്, പിക്കേറ്റ. ഇതൊക്കെ വൈൽഡും സെമി കൾട്ടിവേറ്റഡ് ഫോംസ് ഒക്കെയാണ്. ഇതും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇതിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ടല്ലോ പനിക്കൂർക്ക ഇലയും ഒക്കെ ഈ അരോമാറ്റിക്കസ് ആണ്.
അതിനൊക്കെ മെഡിസിനൽ ആയിട്ടുള്ള വാല്യൂ ആണ് ഉള്ളത്. പനിക്കൂർക്കയില ആ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ ബയോഇൻഫർമാറ്റിക് സ്റ്റഡീസ് ഒരിക്കൽ ചെയ്തപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞത് പാരസെറ്റമോളിന്റെ സ്ട്രക്ചറും ഇതിന്റെ ബയോ ഇൻഫർമാറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തുള്ള ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറും ഓൾമോസ്റ്റ് സിമിലർ ടൈപ്പ് ആണ്. അതുകൊണ്ടായിരിക്കാം അത് പനി വരുമ്പം അത് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു നിഗമനത്തിലാണ് ആ സ്റ്റഡി എത്തിയത്. അപ്പം ഇങ്ങനെ മൈനർ ട്യൂബർ ക്രോപ്പ് സ്റ്റേപ്പിൾ ഫുഡ് കൂടാതെ പല കാര്യത്തിലും നമുക്ക് മെഡിസിനൽ ആയിട്ടുള്ള യൂസസിലും നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഒരു വെറൈറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ശ്രീധര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് സ്റ്റാർച്ച് ഓൾമോസ്റ്റ് 18-20% ഫ്രഷ് വീറ്റിൽ സ്റ്റാർച്ച് ഉണ്ട്. പിന്നെ ഫീനോളിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ഫ്ലാവനോയിഡ്സ് ഉണ്ട്. അപ്പൊ ഇത് കൊളസ്ട്രോൾ, ബ്ലഡിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതായിട്ടുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ കാണുന്ന കോളിയസിന്റെ ലീഫാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ വേരിയബിലിറ്റി കാണാം. ഇവിടുത്തെ ലീഫിന് ഒരു ചെറിയ പേർപ്പിൾ ടിഞ്ച് ഉണ്ട്. അപ്പം ഈ ക്രോപ്പിലാണെങ്കിലും വേരിയബിലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആരോ റൂട്ട്. ആരോ റൂട്ടാണ് കൂവ. ഈ കൂവയുടെ ബിസ്ക്കറ്റ്സ് ഒക്കെയാണ്, ആരോ റൂട്ട് ബിസ്ക്കറ്റ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ബിക്കോസ് ഇതിന്റെ ഫൈൻ ഈസിലി ഡൈജസ്റ്റബിൾ സ്റ്റാർച്ച്, ഇതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഇന്ത്യയിൽ ഇത് പല സ്റ്റേറ്റ്സിലും വളർത്തുന്നുണ്ട്, ഇൻക്ലൂഡിങ് കേരള. പക്ഷെ ഇവിടെയും നമ്മളൊരു സോൾ ക്രോപ്പായിട്ട് കാണുന്നതിനെക്കാട്ടി ഒരു എന്താണ് ഹോം സ്റ്റേഡ് കൾട്ടിവേഷൻ ആണ് നമുക്ക് കൂടുതൽ കാണുന്നത്. അപ്പൊ ഇതും അഗെയിൻ ഇതിന്റെ പേര് പറയുന്നത് തന്നെ വെസ്റ്റ് ഇന്ത്യൻ ആരോ റൂട്ട് എന്നാണ്. അപ്പം ഇത് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് സൗത്ത് അമേരിക്ക ആൻഡ് ദ ലെസർ ആന്റൈൽസിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇത് വന്നത് വെസ്റ്റ് ഇന്ത്യയിൽ നിന്നായത് കൊണ്ടായിരിക്കാം ഇതിനെ ഒരു വെസ്റ്റ് ഇന്ത്യൻ ആരോ റൂട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ട്യൂബർ കണ്ടെയ്ൻസ് അബൌട്ട് 10-25% ഓഫ് എക്സ്ട്രാക്റ്റബിൾ സ്റ്റാർച്ച്. ഇത് ഒരു നാച്ചുറൽ സ്റ്റാർച്ച് ആണ്. ആൻഡ് ഇതിനകത്തുള്ള പ്രോപ്പർട്ടീസ് കാരണമാണ് ബോവൽ കംപ്ലയിൻസ്, വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റാനായിട്ട് പറ്റും. ഇപ്പൊ ഈസിലി ഡൈജസ്റ്റബിൾ ആയതുകൊണ്ട് കുഞ്ഞു കുട്ടികൾക്കും പ്രായമായവർക്കും നമുക്ക് ഡയറ്റിൽ ആരോ റൂട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ യാം ബീൻ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാലഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞത്. ഇത് കൂടുതൽ നമുക്ക് കാണുന്നത് വെസ്റ്റ് ബംഗാൾ, ത്രിപുര, ബീഹാർ, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രിയിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇത് അരിയുമ്പോഴത്തേക്ക് കുറച്ച് വാട്ടറി ആണ് അകത്ത്. ആ വാട്ടറി ആയിട്ടുള്ളത് ഫ്രഷ് സാലഡ് ആയിട്ടാണ് അവർ അരിഞ്ഞ് വെക്കുന്നത്. ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും ഈ ട്യൂബേഴ്സിനുണ്ട്. ഇനി ഖന്ന എഡുലസ്, ഇതാണ് സാധാരണ നമ്മൾ കാണുന്ന കാന. ഇതാണ് ഖന്ന എഡുലസ്. അപ്പൊ എഡുലസിന് എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ അടിയിൽ നമുക്ക് എഡിബിൾ ആയിട്ടുള്ള സ്റ്റാർച്ചി ട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് ഓർണമെന്റൽ ഖന്ന പോലെ തന്നെ ഓർണമെന്റൽ ആയിട്ടും കൾട്ടിവേറ്റ് ചെയ്യാം, അടിയിലുള്ള ട്യൂബേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇൻ കേസ് ഓഫ് എമർജൻസി, ഇതുകൊണ്ടാണ് സിക്കിമിലൊക്കെ ആൾക്കാർ ഒരു കൈൻഡ് ഓഫ് ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് അവർ ബ്രൂ ചെയ്യും. ഒരു ലോക്കൽ ഡ്രിങ്ക് ആണത്. അതിനകത്തൊക്കെ ഇതിന്റെ സ്റ്റാർച്ച്, പിന്നെ ബർഫി ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ സ്റ്റാർച്ച് ഒക്കെ ജാർഖണ്ഡ്, സിക്കിം ഇങ്ങനത്തെ പ്ലേസസിലൊക്കെ ആൾക്കാർ ഇതൊക്കെ ഒത്തിരി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഓൺ എ ലാർജ് സ്കെയിൽ ദിസ് ഇസ് നോട്ട് ബീൻ യൂസ്ഡ്. ഇനി കുർക്കുമ സ്പീഷീസ്, പല സ്പീഷീസും നമുക്കുണ്ട്. നമുക്ക് അംഗുസ്റ്റിഫോലിയം, സിയഡെറിയയും ആണ് നമുക്ക് കൂടുതൽ സ്റ്റാർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഐറ്റംസ്. പിന്നെ അറോമാറ്റിക്ക, ഹരിത, മലബാറിക്ക, ഇതൊക്കെ സ്റ്റാർച്ച് ഹാവിങ് മെഡിസിനൽ ആപ്ലിക്കേഷൻസ്. അപ്പം ഈ മഞ്ഞളും ഒക്കെ ഈ കുർക്കുമയിൽ വരുന്നതാണ്. അതിനകത്ത് പലതും നമുക്ക് സ്റ്റാർച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇതിന്റെ സ്റ്റാർച്ചാണ് ഈ അംഗുസ്റ്റിഫോലിയം, സിയോഡാരിയയും ആണ് സാധാരണ നമ്മൾ കൂവാന്ന് പറഞ്ഞ്, മഞ്ഞ കൂവാന്നൊക്കെ പറഞ്ഞ് കാണുന്നത് പലതും ഈ സ്പീഷീസുകളാണ്. അത് ശരിക്കുള്ള ആരോ റൂട്ട് അല്ല. അത് ഇതിന്റെയും സ്റ്റാർച്ച് നല്ല സ്റ്റാർച്ച് ആയതുകൊണ്ട് ഇതും ആരോ റൂട്ട് എന്നുള്ള പേരിൽ ഇതും പലപ്പോഴും മാർക്കറ്റിൽ വരാറുണ്ട്. ഇത് അമാഡ. അമാഡ എന്ന് പറയുന്നത് ഇഞ്ചി മാങ്ങ എന്ന് പറയുന്നതാണ്. അപ്പൊ അമാഡ, അറോമാറ്റിക്ക, ഇതൊക്കെ നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന തരം സ്റ്റാർച്ച് ഉള്ള ട്യൂബേഴ്സ് ആണ് കുർക്കുമയുടെ. ഇനി അത് കൂടാതെ ആസ്പെറാഗസ്, കോസ്റ്റസ്, വിഗ്ന, വിങ്ഡ് ബീൻ, മൊഗാനിയ, വെസ്റ്റിറ്റ എക്സെട്ര, ഇങ്ങനെ കുറെ സ്റ്റാർച്ച്, ഇതൊക്കെ നമ്മൾ മൈനറായിട്ട് ഈവൻ നമ്മൾ പോലും വലുതായിട്ട് ഡീൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ്, വിച്ച് ഇസ് ട്രൂലി അണ്ടർ എക്സ്പ്ലോയിറ്റഡ്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇതൊക്കെ നമുക്ക് ഒരു ക്രോപ്പായിട്ട് കൊണ്ടുവരാൻ പറ്റുകയാണ്, ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ നമുക്ക് എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ ദീസ് ഓൾ ക്യാൻ ഗോ ഇൻ ടു ദ ഫുഡ് ചെയിൻ ആസ് ഡിഫറെന്റ് ഇതായിട്ട്. അതിപ്പം ഒരു ഫുഡിന്റെ പേർപ്പസിൽ തന്നെ പോകണം എന്നില്ല. അതൊരു ഇൻഡസ്ട്രിയൽ ആസ്പെക്ട് ആണെങ്കിലും ദാറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് മാൻകൈൻഡ്, അല്ല അത് മെഡിസിനൽ ആസ്പെക്ട്സ് ആണെങ്കിലും ദാറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് അസ്. അപ്പൊ നമ്മുടെ ത്രൂ അവർ ഫുഡ് വെദർ വി ക്യാൻ ബിക്കം ഹെൽത്തി.
ആ ഒരു ആസ്പെക്റ്റിന് ന്യൂട്രീഷണലി നമുക്ക് സെക്യൂർ ആകാൻ വേണ്ടിയിട്ടും ട്യൂബർ ക്രോപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രോമിസിങ് ഏരിയ ആണ്, where you can find a lot of variability among the tuber crops. You need to conclude, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് you can see 3 major hotspots ഉള്ള ഒരു സ്ഥലമാണ്. This is a Western Ghats, അല്ലെങ്കിൽ the Indo-Burman അല്ലെങ്കിൽ Himalayan region, and also nearby Sri Lanka. അപ്പൊ ഇവിടെ നമുക്ക് വേരിയബിലിറ്റി നോക്കുകയാണെങ്കിൽ 583 crop plant species are cultivated, of which 168 crop species are indigenous to India. ഇതൊക്കെ കാണിക്കുന്നത്, ഈ സ്ലൈഡ് കാണിക്കുന്നത് നമുക്ക് what all we can do to move away from the staple food alone. അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ how many crops can we exploit, എത്ര എണ്ണം നമുക്ക് മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഐഡിയ, ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് ഐഡിയ കിട്ടും. 334 വൈൽഡ് സ്പീഷീസ് ഓഫ് ക്രോപ്പ് പ്ലാന്റ് റിലേറ്റീവ്സ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റും. അപ്പം ഈ ടാരോയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ പറയുന്നത്, ആദ്യത്തെ വൈൽഡ് ടാരോ എന്ന് പറഞ്ഞ അടിയിൽ കിഴങ്ങുണ്ടാവത്തില്ല, അത് ചുമ്മാ കുറെ സ്റ്റോളൻസും റണ്ണേഴ്സും മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിരുന്നുള്ളൂ. ഇടയ്ക്ക് എപ്പോഴോ കൊലക്കീശയുടെ വേറെ ഏതോ ഒരു സ്പീഷീസുമായിട്ട് ഇത് ക്രോസ് ചെയ്തപ്പോഴാണ് we started getting tubers under that. But tubers can actually be used as vegetables or as staple food or anything. അപ്പൊ ഈ വൈൽഡ് സ്പീഷീസിന്റെ ഇമ്പോർട്ടന്റ് അവിടെയാണ്. യു ക്യാൻ യൂസ് ദീസ് വൈൽഡ് സ്പീഷീസ് ഫോർ ഇംപ്രൂവ്മെന്റ് പർപ്പസസ്. thereby you can convert some crops to useful ആയിട്ടുള്ള കൾട്ടിവേറ്റഡ് സ്പീഷീസ് ആയിട്ട് ആക്കാൻ പറ്റും. ഇതൊക്കെ പ്രോമിസിംഗ് ആണ്. 1532 edible plant species are used in the tribal area, of which 7500 medicinal plants are included in folk medicine. അപ്പം ഇത്രയും നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പലത് ക്ലൈമറ്റ് റെസിലിയന്റും കൂടെ ആയതുകൊണ്ട് ഇൻ കേസ് വി ഫേസ് എനി ഷോർട്ടേജ് ഓൾസോ വി ക്യാൻ think about other options whereby we not have to go hungry. നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ളത് how we can get it from the tuber crops. ഇവിടെ ഞാൻ കുറച്ച് tuber cropsനെ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. The utilization of underutilized tuber crops for making the world food system more sustainable എന്നുള്ളതാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ. ഇതോടുകൂടി എൻ്റെ ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. Shall I stop sharing? Okay, ma'am. Okay. Thank you, ma'am. So participants can share your doubts in the chat box. Ma'am, എനിക്കൊരു ഡൗട്ട് ഉള്ളത്. മാം ഫസ്റ്റ് പറഞ്ഞു സാഗോ പറഞ്ഞിട്ട്, സാഗോ നമ്മള് സൈക്കാസിന്റെ സീഡിലെ സ്റ്റാർച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഞാനേ. അതെ അതെ, ഞാനും അങ്ങനെയാണ് വായിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു സാഗോയുടെ ഫുൾ ഒരു ചെയിൻ ഓഫ് ഇൻഡസ്ട്രീസ് തന്നെയുണ്ട് സേലം ഏരിയയിൽ. അപ്പം ആ സേലം ഏരിയയിലെ എല്ലാം കസാവ സ്റ്റാർച്ച് വെച്ചിട്ടാണ് അവര് ഫുൾ പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം ഈ നമുക്കിപ്പോ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സാഗോ എല്ലാം കസാവ സ്റ്റാർച്ചിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് CTCRA ഡെവലപ്പ് ചെയ്ത 2 വെറൈറ്റീസ് ഉണ്ട്, H226 ആൻഡ് H226 and 125 അങ്ങനെ എങ്ങാണ്ട് ഒരെണ്ണം 126. അപ്പൊ ഈ 2 ലൈൻസ് ആണ് ആദ്യം നമ്മൾ ഇത് യൂസ് ചെയ്താണ് ഇവർ സ്റ്റാർച്ച് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അതുല്യ അപൂർവ എന്ന് പറഞ്ഞ 2 ലൈൻസ് ആണ്. എക്സ്ട്രാക്റ്റബിൾ സ്റ്റാർച്ച് തന്നെ ഇവർക്ക് 30% മുകളിലുണ്ട്. അതായത് സ്റ്റാർച്ച് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർച്ച് തന്നെ നമുക്ക് ഒത്തിരി ഹൈ ആണ്. അപ്പൊ ആ 2 ട്രിപ്ലോയിഡ് ലൈൻസ് ആണ് ഇപ്പൊ അവര് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് വേറെ ഒരു മെത്തേഡും കൂടെ ഇപ്പൊ ഇവരെ ട്രൈ ചെയ്യുന്നുണ്ട്. പൊടിയിൽ നിന്ന്, പൊടിയാണെങ്കിൽ എല്ലാ ടൈമിലും അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ കസാവ നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈ ഫ്ലവറിൽ നിന്ന് എങ്ങനെ നമുക്ക് സാഗോ ഉണ്ടാക്കാം എന്നുള്ളതും ഇപ്പൊ അവര് സ്റ്റഡി ചെയ്ത് വരുന്നുണ്ട്. ഹലോ മാം. പറഞ്ഞു മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഡയസ്കോറിയ എസ്കുലന്റ വെറൈറ്റി സ്പൈനോസ എന്ന് പറഞ്ഞ സ്പീഷീസ് ഇല്ലേ, അതെ, കിഴങ്ങെന്ന് പറയും. അപ്പൊ അത് വൈറൽ ആണോ അതോ ലോക്കലി അവൈലബിൾ ആയിട്ട് ലോക്കലി മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്നതാണോ? ഇതൊന്നും ഒരു എക്സ്റ്റെൻസീവ് കൾട്ടിവേറ്റഡ് സോൾ ക്രോപ്പ് ഇല്ല. മോസ്റ്റ്ലി ഇതൊക്കെ കേരളത്തിനകത്ത് തന്നെയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പുറത്തോട്ടുള്ളത് ഡയസ്കോറിയ അലേറ്റയാണ്. അലേറ്റ ഇപ്പൊ നമ്മള് ഗുജറാത്ത് സൈഡ്, ഈ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രിയിൽ നമുക്ക് ഒത്തിരി ഈ അത് അവർ യൂസ് ചെയ്യുന്നത് വൈറ്റ് ഫ്ലഷ്ഡും അല്ല, അവരുടെ ഉള്ളത് പേർപ്പിൾ ഫ്ലഷ്ഡ് അലേറ്റയാണ്.
ഇപ്പൊ ഈ നീലക്കാച്ചിൽ എന്ന് പറയുന്ന പേർപ്പിൾ ഫ്ലഷ്ഡ് അലേറ്റയാണ് ഈ വെസ്റ്റേൺ പാർട്സിൽ നമ്മൾ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നത്. കേരളത്തിനകത്താണ് ഈ ഒത്തിരി ഈ നമ്മൾ കുറച്ചുകൂടി ഞാൻ പറഞ്ഞല്ലോ ട്രൈബൽ പോപ്പുലേഷൻ ആണ് ഇങ്ങനത്തെ ക്രോപ്സ് ഒക്കെ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു സോൾ ക്രോപ്പ് ആയിട്ട് അവൈലബിൾ അല്ല. പക്ഷെ എസ്കുലേറ്റഡ് ഒക്കെ ഇപ്പൊ ട്രയൽസ് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾക്ക് ഒരു ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഓൾ ഓവർ ദ കൺട്രി നമ്മൾ ഈ മെറ്റീരിയൽ കൊടുത്തിട്ട് ജസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ ക്രോപ്സ്. അങ്ങനെ നമുക്ക് പലരും ഇപ്പോഴാണ് ഈ ക്രോപ്സിനെയൊക്കെ കുറിച്ച് അറിയുന്നതും അവരാ ക്രോപ്പ് വളർത്താൻ തുടങ്ങുന്നതും. അപ്പൊ നമ്മൾ ഇതിന്റെ ബെസ്റ്റ് ലൈൻസ് ആ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ ബൾബിഫർ മേക്കാച്ചിൽ വരുന്നില്ലേ, അത് പലർക്കും ഇഷ്ടമാണ്. അപ്പം അതും ഒക്കെ ഇപ്പൊ ട്രയൽസ് നടക്കുകയാണ്. സോ ഇൻട്രൊഡക്ഷൻ ഇസ് ഹാപ്പനിങ്. നമ്മൾ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പൊ പല സ്റ്റേറ്റ്സിലോട്ടായിട്ട് നമ്മൾ കൊടുത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്തു തുടങ്ങുന്നുണ്ട്. പിന്നെ ഒരു TSP പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ട്രൈബൽ സപ്ലാൻ എന്ന് പറഞ്ഞിട്ട് അത് ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെയും നമ്മൾ കപ്പ, സ്വീറ്റ് പൊട്ടറ്റോ ഓൾറെഡി അവിടെ ഉള്ളതാണ്, പക്ഷെ കപ്പ അവിടെ ഇല്ല. കാച്ചിലും നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒരു കേരള ആലു എന്ന് പറഞ്ഞിട്ട് വെസ്റ്റ് ബംഗാൾ സൈഡിലൊക്കെ ഒരു കാച്ചിൽ നമ്മളിപ്പോ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ അവർക്ക് അത് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം കാച്ചിലിന് ഈ പറയുന്ന പോലെ ചൊറിച്ചിലില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വെജിറ്റബിൾ വെരി ഫാസ്റ്റ്. ഇത് നന്നായിട്ട് വരികയും ചെയ്യും. അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും ഈവൻ വിത്തിൻ ദ കൺട്രി നമ്മൾ ഇതൊക്കെ അണ്ടർ യൂട്ടിലൈസ്ഡ് ക്രോപ്പാണ്. ഇപ്പോഴാണ് സ്ലോലി ഒരു എഫേർട്ട് ഇസ് ഗോയിങ് ഓൺ സോ ദാറ്റ് വി ക്യാൻ യൂസ് ദിസ് ക്രോപ്പ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. ലോക്കലി കൾട്ടിവേറ്റഡ് ആയിരിക്കും. ലോക്കലി കൾട്ടിവേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. പണ്ട് നമ്മളെല്ലാം ഹോം സ്റ്റേഡ് കൾട്ടിവേഷൻ ആണ്. എന്നുവെച്ചാൽ നമ്മളിപ്പം വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ കുഴിച്ചിടും. അപ്പൊ നമുക്ക് കുറച്ച് പേർക്ക് അറിയാം, നമ്മൾ കുറച്ച് പേര് ഈ പുഴുക്കുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. കാർത്തികയാകുമ്പോൾ കാർത്തിക പുഴുക്കുണ്ടാക്കും. ശബരിമലയിൽ പോകാൻ സമയത്താകുമ്പോ ഇവിടെ എങ്ങളൊക്കെ അവിടെ ഒരു പുഴുക്കുണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ലോക്കൽ എന്താണ് കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്രോപ്സ് ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. കൾച്ചറൽ ഇമ്പോർട്ടൻസ് റാദർ മറ്റേ ഇമ്പോർട്ടൻസ് കൂടുതൽ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ആണ് കാണുന്നത്. ഓക്കെ മാം, ചാറ്റ് ബോക്സ് ഒരെണ്ണം വന്നിട്ടുണ്ട്. Any health issues for tuber crops? ഹെൽത്ത് ഇഷ്യൂസ് പലരും പലതാണ് പറയുന്നത്. കാരണം പല കൺസേൺസ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ നമ്മളെല്ലാം അധികമായിട്ട് കഴിച്ച പ്രശ്നം തന്നെയാണ്. കാരണം കപ്പയൊക്കെ പണ്ട് ആൾക്കാർ കഴിച്ചിരുന്നെങ്കിൽ അതുപോലെ അവര് കഴിഞ്ഞിട്ടുള്ള വർക്ക്ഔട്ട്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്റ്റാർച്ച് റിച്ച് ഫുഡ്സ് ആണ്. അപ്പം നമ്മൾ ഓവർ ഈറ്റിംഗ് ഇസ് നോട്ട് അഡ്വൈസബിൾ. പക്ഷേ ഈ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടൊന്നുമില്ല. ഓവർ ഈറ്റിംഗ് കൊണ്ടുവന്നാൽ ഷുഗർ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ അതിന് സ്വീറ്റ് പൊട്ടറ്റോ നല്ലതാണ്. സ്വീറ്റ് പൊട്ടറ്റോ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോ ഇറ്റ് ഇസ് കോൾഡ് സ്വീറ്റ് പൊട്ടറ്റോ, അതിന് റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ആണ് സ്വീറ്റ് പൊട്ടറ്റോയില്, പെട്ടെന്ന് ദഹിക്കത്തില്ല. അപ്പൊ ഇത് പതുക്കെ ദഹിക്കത്തുള്ളൂ. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ഇസ് ഫൈൻ. സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല. കസാവ അധികം കഴിക്കരുത്. ഡയബറ്റിക് പേഷ്യൻസ് ആകുമ്പോഴും അധികം കഴിക്കരുത്. പക്ഷെ അല്ലാതെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. വെള്ളം കളയണമെന്ന് പറയില്ലേ നമ്മള്? അതെ, അത് പണ്ടത്തെ വെറൈറ്റീസിനൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോസൈനിൻ കണ്ടന്റ് ഒത്തിരി കൂടുതലായിരുന്നു പണ്ടത്തെ വെറൈറ്റീസിന്. അപ്പം ഇപ്പോഴും പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ റീസെന്റ് റിലീസ്ഡ് വെറൈറ്റീസിനൊക്കെ 50 ppm താഴെ ഉള്ളൂ ഈ ഹൈഡ്രോസൈനിൻ കണ്ടന്റ്. പലതും 20-25 എന്നൊക്കെ ഉള്ളൂ. അപ്പൊ ഇത്രയും കുറവായിട്ടുള്ള ഈ ചില കപ്പകളൊക്കെ ഞങ്ങളാണെങ്കിൽ വെറുതെ ഒടിച്ച് ചവച്ച് കഴിച്ചാലും നമുക്ക് ആ മധുരവേ ഫീൽ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഹൈഡ്രോസൈനിൻ കണ്ടന്റ് ഒക്കെ ത്രൂ ബ്രീഡിംഗ് മെത്തേഡ്സ് നമ്മൾ ഹൈഡ്രോസൈനിൻ കണ്ടന്റ് ഒക്കെ അത് ഒരു സിലക്ഷൻ ക്രൈറ്റീരിയ ആണ്. ഹൈഡ്രോസൈനിൻ കണ്ടന്റ് ഷുഡ് ബി ലെസ് ദാൻ 50. അപ്പൊ ലെസ് ദാൻ 50 ആവുമ്പോൾ നമ്മളിങ്ങനെ ഇത്ര ഊറ്റി കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അല്ലാതെ തന്നെ ബോയിൽ ചെയ്തിട്ട് എടുത്ത് കഴിച്ചാലും ആ കയ്പ് വരത്തില്ല. കയ്പ് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഊറ്റി കളയാൻ പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് ബയോഫോർട്ടിഫൈഡ് ട്യൂബർ ക്രോപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്. നമ്മളിപ്പോ റീസെന്റ് റിലീസ് ചെയ്ത ഇന്ന് തന്നെ പ്രൈം മിനിസ്റ്റർ ഒരു ക്രോപ്പ് റിലീസ് ചെയ്തായിരുന്നു. അത് നീലക്കാച്ചില് ശ്രീ നീലിമ എന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റർ യാമിലെ ഒരു വെറൈറ്റി ഇന്ന് പ്രൈം മിനിസ്റ്ററിന്റെ ഇതില് പ്രസന്റേഷനിൽ ഒരെണ്ണം ക്രോപ്പ് റിലീസ് ചെയ്തായിരുന്നു. ഹോർട്ടിക്കൾച്ചറിൽ തന്നെ ഒരൊറ്റ ക്രോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഹോർട്ടിക്കൾച്ചറൽ ബാക്കിയെല്ലാം അഗ്രികൾച്ചറൽ ക്രോപ്സ് ആയിരുന്നു, മറ്റേ ക്രോപ്പ് സയൻസിന്റെ ആയിരുന്നു. ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്പായിട്ട് ഈ ഒരു വെറൈറ്റി മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇത് കൂടാതെ സ്വീറ്റ് പൊട്ടറ്റോയില് 2-3 വെറൈറ്റീസ് ഉണ്ട്. കുറെ ഓറഞ്ച് ഫ്ലഷ്ഡ് ഉണ്ട്. 5 ഓറഞ്ച് ഫ്ലഷ്ഡ് വെറൈറ്റീസ് ഉണ്ട്. ഒരു പേർപ്പിൾ ഫ്ലഷ്ഡ് വെറൈറ്റി ഉണ്ട്. അപ്പം ഇതെല്ലാം പേർപ്പിൾ ഫ്ലഷ് എന്ന് പറയുന്നത് ആന്തോസൈനിൻ റിച്ച് ആണ്. ഓറഞ്ച് ഫ്ലഷ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ബീറ്റാ കാരോട്ടിൻ റിച്ച് ആണ്. ഓൾറെഡി ഗെയിംസ് എന്നുള്ളൊരു പ്രോഗ്രാം ഒറീസയിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്.
ഈ മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഈ എന്താണ് അംഗൻവാടിയിലൊക്കെ ഭക്ഷണം കൊടുക്കുമല്ലോ, അതിനകത്ത് അവർ ഈ ഓറഞ്ച് ഫ്ലഷ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ആ നൈറ്റ് ബ്ലൈൻഡ്നെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 3 ക്രോപ്സ്, 3 വെറൈറ്റീസ് ഉണ്ട്. മാം, ഇന്ത്യയില് ബയോഫോർട്ടിഫൈഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതില്ലേ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണോ അതോ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒന്നുമല്ല, ദീസ് ആർ പ്യുവർ ബ്രീഡിംഗ് മെത്തേഡ്സ്. ജനറ്റിക് എഞ്ചിനീയറിംഗിന് നമുക്ക് തൽക്കാലം അത്ര അനുമതി ഇല്ല. ബിക്കോസ് ഫുഡ് ക്രോപ്പിൽ എസ്പെഷ്യലി ക്രോപ്സ് വിച്ച് വി ആർ കൺസ്യൂമിങ്, കോട്ടണിൽ നമ്മൾ പെർമിഷൻ കൊടുത്ത എന്താന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ബീൻ കൺസ്യൂംഡ്. പക്ഷെ ബ്രിഞ്ചോള്, റൈസിനൊക്കെ ഇത് ജനറ്റിക് GM ക്രോപ്സ് റെഡി ആണെങ്കിലും അതിന് നമുക്ക് ഇതുവരെ ഒരു ഇത് കിട്ടിയിട്ടില്ല, പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ഒന്നും നമുക്കുള്ള 2 പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജനിക്കിന്റെ, ഒന്ന് സ്റ്റാർച്ച് ഇംപ്രൂവ്മെന്റിനാണ്, ഒന്ന് ഡിസീസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഡിസീസിന് വേണ്ടിയിട്ടുള്ളത് ഓൾറെഡി ബ്രീഡിംഗിൽ ത്രൂ തന്നെ ഇപ്പൊ നമുക്ക് ഡിസീസ് റെസിസ്റ്റന്റ് ലൈൻസ് ഉണ്ട് പ്യുവർ ബ്രീഡിംഗിൽ, കൺവെൻഷണൽ ബ്രീഡിംഗിൽ. അതുകൊണ്ട് എന്തോ സെലക്ടീവ് ബ്രീഡിംഗ്, കൺട്രോൾഡ് ക്രോസസ് വഴി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. സെക്കൻഡ് വൺ ഒരു പ്രോജക്റ്റ് ഇപ്പൊ നടക്കുന്നുണ്ട്, അത് സ്റ്റാർച്ചിന് വേണ്ടിയിട്ടാണ്. അത് സ്റ്റാർച്ച് ഇൻഡസ്ട്രിക്കുള്ള സ്റ്റാർച്ചിന് വേണ്ടിയിട്ടാണ്, കൺസംഷൻ സ്റ്റാർച്ചിനല്ല. കൺസംഷൻ പർപ്പസസിന് നമ്മളിപ്പം ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ ഇപ്പൊ അത് യൂസ് ചെയ്യുന്നുണ്ട്. അവരും വാക്സി കസാവ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും വാക്സി കസാവ ഈസ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്, ബയോ എത്തനോൾ പ്രൊഡക്ഷനാണ് അത് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഫുഡിനായിട്ട് പല കൺട്രീസിലും ഉണ്ട്, ബട്ട് നോട്ട് ഇൻ ട്യൂബർ ക്രോപ്സ്. പല കൺട്രീസിലുള്ളത് സ്വർഗമുണ്ട്, നമ്മുടെ ഇതുണ്ട്, എന്താണ് സ്വീറ്റ് കോൺ ഉണ്ട്, ബ്രിഞ്ചോൾ ഉണ്ട്, ഒത്തിരി ക്രോപ്സ് ഉണ്ട്. അമേരിക്കയിലും US ഒക്കെ അല്ല UK ഒക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ക്രോപ്സ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. ബട്ട് അതിലെല്ലാം അവർ എഴുതിയിട്ടുമുണ്ട് ദീസ് ആർ ഓൾ GM ക്രോപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇഫ് യു വോണ്ട് ടു ബൈ ഇറ്റ് യു ക്യാൻ ബൈ ഇറ്റ്. ദാറ്റ് ഇസ് കൺസ്യൂമർ പ്രിഫറൻസ് ആണ് അവിടെ. കൺസ്യൂമർ പ്രിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങണ്ട. ബട്ട് ഇറ്റ് ഇസ് ഓൾ ക്ലിയർലി മെൻഷൻഡ്. ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ BT കോട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെന്നാണോ? അത് സ്റ്റഡി ചെയ്യാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. അതിനകത്ത് അവർക്ക് ഒരു കൺസേൺ അവർ റേസ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂസ് ചെയ്യുന്ന പല പ്രൊമോട്ടർ സീക്വൻസസും വൈറസിന്റെയും ബാക്ടീരിയയുടെയും ഒക്കെ പ്രൊമോട്ടർ സീക്വൻസസ് ആണ് നമ്മൾ മറ്റേ ക്രോപ്പിൽ യൂസ് ചെയ്യുന്ന ഇൻട്രൊഡ്യൂസ്ഡ് ജീനിനെ പ്രൊമോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ORFs. അതാണ് അവർക്ക് കൺസേൺ ഉള്ളത്. വെദർ ഈ ORF സ്കിപ്പ് ചെയ്ത് വല്ല വീഡ്സിലോട്ടും പോയി കഴിഞ്ഞാൽ സൂപ്പർ വീഡ് വല്ലതും ഉണ്ടാകുമോ, ഹ്യൂമൻ ബോഡിയിൽ പോയി കഴിഞ്ഞാൽ. പക്ഷെ ആ ഒരു കൺസേണിന്റെ ആവശ്യമില്ല. ഹ്യൂമൻ ബോഡിയിൽ എല്ലാ പാർട്സും പോകുമ്പോൾ ഇറ്റ് ഇസ് ബീൻ കട്ട് ഇൻ ടു സ്മോൾ പീസസ്. അങ്ങനെ ഒരു എന്താണ് കട്ടല്ലാത്ത ഒരു പോർഷനായിട്ടല്ല നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ പോകുന്നത്. നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഇതിനെല്ലാം കട്ട് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കൺസേണിന്റെ കാര്യമില്ല. പക്ഷെ ഒരു കൺസേൺ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ജീൻ ചാടിപ്പോയി സൂപ്പർ വീഡ്സ് ഉണ്ടാവുമോ എന്നുള്ളൊരു കൺസേൺ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. എനിക്കൊരു സംശയം തോന്നിയതേ, നേരത്തെ ഡയസ്കോറിയയുടെ കാര്യം പറഞ്ഞല്ല, ഡയസ്കോറിയൻ ആണോ ഈ കോൺട്രസെപ്റ്റീവ് ഇഫക്റ്റ് വരുന്നു എന്ന് പറഞ്ഞത്? അതെ, ഡയസ്കോറിയയുടെ എല്ലാ സ്പീഷീസിലും ഇല്ല, ഡയസ്കോറിയയുടെ വൈൽഡ് സ്പീഷീസിലും ഉണ്ട്. ഇപ്പം ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ഈ ചോളനായിക്കം ട്രൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. ആൾക്കാർ കുറഞ്ഞു വരികയാണ്. അപ്പൊ അവരുടെ നമ്മൾ ഫുഡ് രീതി നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ, അവർ ഒത്തിരി വൈൽഡ് യാംസ് കഴിക്കുന്നുണ്ട്. അപ്പൊ പലതിനകത്തും ഈ ഒരു ബർത്ത് കൺട്രോൾ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് ഇവർക്ക് അറിയത്തില്ല ഇതിങ്ങനെ ഓവർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പം ഇത് വൺ ഓഫ് ദ റീസൺസ് ആയിരിക്കാന്നുള്ളത് നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ കൾട്ടിവേറ്റഡ് സ്പീഷീസ് ഉണ്ടല്ലോ, അതിനകത്ത് ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒന്നും ഇല്ല. അപ്പൊ കൾട്ടിവേറ്റഡ് സ്പീഷീസ് നമ്മളിപ്പോ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ദാറ്റ് അവർ ഈ യാംസ് കൾട്ടിവേറ്റ് ചെയ്ത് ശീലിച്ചവരാണ്. അവര് അത് ഫുഡ് ബാസ്ക്കറ്റിൽ ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഇമ്പോർട്ടന്റ് റോൾ ദർ. അപ്പൊ നമ്മൾ അതിന് പകരം ആ യാംസിന് പകരം കൾട്ടിവേറ്റഡ് യാംസ് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈ നെഗറ്റീവ് ഇഫക്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്നും ഒരു സ്റ്റേപ്പിൾ ആയിട്ടല്ല കഴിക്കുന്നത്, അപ്പൊ നമുക്ക് ആ ഹാം വരത്തില്ല. പക്ഷെ പീപ്പിൾ ഹു ആർ ഈറ്റിംഗ് ഇറ്റ് ഓൺ എ കോൺസ്റ്റന്റ് ബേസിസ് ചിലപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇഫക്റ്റ് വന്നുകൂടാന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഇതില്ലാത്ത യാംസ് നമ്മളിപ്പോ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ലൈക്ക് അലേറ്റ, എസ്കുലൻറ്റ, വൈറ്റ് യാം ഒക്കെ. അതിനകത്ത് ഇതില്ല. പിന്നെ എനിക്ക് വേറൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ സ്വീറ്റ് പൊട്ടാറ്റോയുടെ തന്നെ ഡൈവേഴ്സിറ്റി, പക്ഷേ ഈവൻ ഇൻ ആ ലോക്കൽ മാർക്കറ്റ്സ് ഓൾസോ വി ഡോണ്ട് സീ ഓൾ ദീസ്.
യൂഷ്വലി നമ്മുടെ ഒരു പിങ്ക് വെറൈറ്റി കാണും, ഒരു വൈറ്റ് വെറൈറ്റി കാണും. അതെ ദിസ് ഡാർക്ക് പർപ്പിൾ ആൻഡ് ഓറഞ്ച് ഇറ്റ്സ് സോ വെരി റെയർ. അതെ, ബിക്കോസ് അത് റീസെന്റ് റിലീസ്ഡ് ആണ് ജെസി. ദാറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2017 ഓൺലി. പിന്നെ ഇത് രണ്ടും റിലീസ് ചെയ്തത് നമ്മൾ ഒറീസയ്ക്ക് വേണ്ടി റിലീസ് ചെയ്തതാണ്. ബട്ട് നൗ ഒരു RKVY എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ആ പ്രോഗ്രാമിൽ CTCRA ഹാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ വൈൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പേർപ്പിൾ ഫ്ലഷ്ഡും ഓറഞ്ച് ഫ്ലഷ്ഡും ആ രണ്ട് ലൈൻസും ഇപ്പൊ ഒത്തിരി പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഫാമേഴ്സിന്. പിന്നെ ഇതിന് അഗെയിൻ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ദിസ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ട്യൂബേഴ്സ് ദ ഫസ്റ്റ് ടൈം പ്രോബബ്ലി. ചിലപ്പോൾ നമുക്ക് ഒരു അഡാപ്റ്റേഷന്റെ കുറച്ചൊരു ടൈം ലിമിറ്റ് നമ്മൾ കൊടുക്കണം. അപ്പം പക്ഷെ ഞാനൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചട്ടിക്കകത്ത് വെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിങ്ക് കുറച്ച് കുറവാണ് കിട്ടുന്നത്. കാരണം പേർപ്പിൾ ഫ്ലഷ്ഡിന് വാട്ട് വി സോയിസ് വയനാടിൽ നല്ല ട്യൂബർ ഈൽഡ് ഉണ്ട്. വയനാടിൽ ഒരു കൃഷിക്കാരന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് ഹി ഹാസ് ഗോട്ട് എ വെരി ഗുഡ് ഈൽഡ്. അപ്പം അതൊക്കെ ഇപ്പം റീസെന്റ് ദാറ്റ് ഹസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ മാർക്കറ്റ്. അപ്പൊ ഇപ്പൊ പുള്ളി തന്നെ ഒത്തിരി പേർക്ക് അവിടെ കൃഷിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് നന്നായിരിക്കണം, നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ളതും നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം, ഓർഗാനിക് മെനുവേഴ്സ് ഉള്ള ഇളക്കമുള്ള മണ്ണാണ്, വെട്ടം വേണം. സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് വാട്ട് വി ഡോണ്ട് നോ, നമുക്ക് പലർക്കും അറിയത്തില്ല. തണലത്ത് കൊണ്ടുവച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ ഗ്രോത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇറ്റ് ഷുഡ് ബി പ്ലാന്റഡ് ഇൻ എൻ ഏരിയ വെർ ദർ ഇസ് ഫുൾ സൺലൈറ്റ്. ഫുൾ സൺലൈറ്റും കൊടുത്തിട്ട് വെള്ളവും കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ സ്വീറ്റ് പൊട്ടറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്യത്തുള്ളൂ, ട്യൂബറൈസ് ചെയ്യത്തുള്ളൂ. ഇത് നമ്മളിപ്പം ഒരു പുതിയ ക്രോപ്പാണ് നമുക്ക് പല കാര്യങ്ങൾക്കും. ഈ കാഞ്ഞങ്ങാട് ലോക്കലാണ് ഇവിടെ സാധാരണ കാണുന്നത്, ആ പിങ്ക് ട്യൂബർ. കാഞ്ഞങ്ങാട് ലോക്കൽ ഇവിടുത്തെ ലോക്കൽ ആയതുകൊണ്ട് ദാറ്റ് ഫ്ലറിഷസ് വെരി വെൽ. പക്ഷെ ഈ ബാക്കി വെറൈറ്റീസ് നന്നായിട്ട് വരുന്നുണ്ട്. കുറച്ചൊരു സീസണൽ ഇഫക്റ്റ് കാണുന്നുണ്ട്. സെപ്റ്റംബറിലൊക്കെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗിവിംഗ് ഗുഡ് റിസൾട്ട്. ഫുൾ പ്രോബബ്ലി ജൂണിലൊക്കെ പ്ലാന്റ് ചെയ്യുമ്പോൾ കുറച്ച് ട്യൂബറൈസേഷൻ പ്രോബ്ലം കാണുന്നുണ്ട്. പക്ഷെ അത് സീസണൽ, നമ്മൾ സീസണും കൂടെ ഒന്നുകൂടെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് ക്യാൻ ഓൾസോ ബി എ ഗുഡ് ക്രോപ്പ്. അതിനകത്ത് ചിലർക്ക് പേർപ്പിൾ ആണ് ഇഷ്ടം, ചിലർക്ക് ഓറഞ്ച് ആണ് ഇഷ്ടം. ഓറഞ്ച് കുറച്ചൊരു വാട്ടറി ടേസ്റ്റ് ഉണ്ട്, പേർപ്പിളിന് ആ വാട്ടറി ടേസ്റ്റ് ഇല്ല, കുറച്ചുകൂടെ സോളിഡ് ആണ്. അപ്പം രണ്ടും നല്ല ടേസ്റ്റ് ആണ്. മീൻസ് ഞങ്ങൾ ഇവിടെ പലർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അതിന്റെ കട്ടിങ്സ് നമുക്ക് CTCRA അവൈലബിൾ ആണ്. എന്തോ കുറ്റിക്കാച്ചില് കുറച്ച് ആ സീസണിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം അത് ആ ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രമേ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് ജാനുവരി ഫെബ്രുവരിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ സ്വീറ്റ് പൊട്ടറ്റോ കസാവ നമുക്ക് എപ്പം വേണേലും എടുക്കാം, കാരണം കട്ടിങ്സ് ആയതുകൊണ്ട് എപ്പം വേണമെങ്കിലും നടാൻ പറ്റും. കോളിയസ് ആണെങ്കിലും അതെ, കോളിയസ് എപ്പം വേണമെങ്കിലും നടാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മാം. Is there an adverse effect in consuming Colocasia tuber on regular basis? No, Colocasia അങ്ങനെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഇല്ല. ചൊറിയാത്ത ഇനം നമ്മൾ നോക്കിയെടുത്താൽ മതി. ചൊറിച്ചിലുണ്ടെന്നുള്ളതേ ഉള്ളൂ ചില ഇനങ്ങൾക്ക്. ഇഫ് യു ആർ ടേക്കിംഗ് ലാൻഡ് റേസസ് വിച്ച് ഡസ് നോട്ട് ഹാവ് അക്രെഡിറ്റി, നോ പ്രോബ്ലം അറ്റ് ഓൾ. അതിന്റെ സ്റ്റാർച്ച് ആക്ച്വലി ബേബി പ്രോഡക്ട്സ്, ബേബി ഫുഡ് പ്രോഡക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അതിന്റെ സ്റ്റാർച്ച്. ഇറ്റ് ഇസ് എ ഈസിലി ഡൈജസ്റ്റബിൾ സ്റ്റാർച്ച്. അതിനകത്തുള്ള ഇഷ്യൂ ഈ ഒരെണ്ണവേ ഉള്ളൂ, ചൊറിച്ചില്ല. അതില്ലാത്ത നമുക്ക് വെറൈറ്റീസ് ആണ് നമ്മൾ നടുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് പ്രോട്ടീൻസ് അത് റിച്ച് ആണ്, ഇറ്റ് ഇസ് റിച്ച് ഇൻ പ്രോട്ടീൻസ്. ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് കസാവയിൽ നിന്ന് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് ഉപയോഗിച്ചാണ് ഈ സാഗോ പ്രോഡക്ട്സും പിന്നെ നമ്മൾ എത്തനോൾ, ബയോ എത്തനോൾ പ്രൊഡക്ഷനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ചിപ്സ് ആയിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് ചിപ്സിന്റെ ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. അത് സ്റ്റാർച്ച് കൺവേർട്ടഡ് ടു എത്തനോൾ ആണ്. കസാവ ഈസ് എ മേജർ ക്രോപ്പ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഇപ്പൊ ആസ് ഓഫ് നൗ. അതിനകത്തു നിന്നാണ് ഞങ്ങൾ കുറച്ച് ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. കീടനാശിനികളും അതിനകത്തുള്ള സയനജൻ കണ്ടന്റ് യൂസ് ചെയ്തിട്ടാണ് ആ കീടനാശിനികളും അതിന്റെ ലീഫിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കസാവ ആസ് സച്ച് നമുക്ക് ഹോൾ പാർട്ട് അതിന്റെ കമ്പുകളൊക്കെ നമ്മൾ ബോർഡ്സ് ഉണ്ടാക്കാൻ, ഈ കാർഡ്ബോർഡ് ബോക്സസിന്റെ ഒക്കെ കോറിഗേറ്റഡ് ബോർഡ്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കസാവ ഇപ്പൊ ആസ് ഓഫ് നൗ മോസ്റ്റ്ലി എല്ലാ പാർട്ടും നമുക്കിപ്പോ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തെങ്ങിനെയൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാ പാർട്ടും നമുക്കിപ്പോ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. Good afternoon, ma'am. Yeah, good afternoon. Ma'am, Dioscorea species medicinally ഒരുപാട് ഇമ്പോർട്ടന്റ് ആണെന്ന് അതിന് ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊരു ഞാൻ കേട്ടെന്ന് വെച്ചാല് ഹിമാലയ ഏരിയാസിലുള്ള ഡയസ്കോറിയയിലാണ് മെഡിസിനൽ കണ്ടന്റ് കൂടുതലെന്നും നമ്മുടെ ഏരിയയിലേക്ക് വരുമ്പോ മെഡിസിനൽ കണ്ടന്റ് കുറവാണെന്നുള്ളൊരു ഇത് കേട്ടു. ശരിക്കും അങ്ങനെയുണ്ടോ? ജിയോഗ്രാഫിക്കൽ ഏരിയാസിൽ ഡിഫറൻസ് വരുമ്പോ ന്യൂട്രീഷൻ കണ്ടന്റിലോ മെഡിസിനൽ കണ്ടന്റിലോ വേരിയേഷൻ വരുന്നുണ്ടോ?
അത് ജോഗ്രഫിക്കൽ കണ്ടന്റ് അല്ല, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ല. ഈ ഹിമാലയൻ റീജിയൻസിലാണ് ഡയസ്കോറിയ ഡെൽറ്റോയിഡ എന്ന് പറഞ്ഞ സ്പീഷീസ് ഉള്ളത്. ഈ ഡയസ്കോറിയ ഡെൽറ്റോയിഡയിലാണ് ഈ പർട്ടിക്കുലർ ഡയോസ്ജനിൻ കണ്ടന്റ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പൊ ഡയസ്കോറിയ ഡെൽറ്റോയിഡ നമ്മുടെ കണ്ടീഷൻസിൽ വരത്തില്ല, അത് എസ്റ്റാബ്ലിഷ് ചെയ്യത്തില്ല. അതിന് കുറച്ചുകൂടെ കോൾഡ് ക്ലൈമറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഉള്ളതിനെക്കാട്ടി കൂടുതലെന്ന് ഒരു പറയുന്നത്. ബട്ട് ഇറ്റ് ഇസ് ബിക്കോസ് ആ സ്പീഷീസിലാണ് ഏറ്റവും കൂടുതൽ ഡയോസ്ജിനിൻ കണ്ടന്റ് കണ്ടെത്തിയിട്ടുള്ളത്. ആ സ്പീഷീസ് ഇസ് കോമൺ ഇൻ ഹിമാലയൻ റീജിയൻസ്. നമ്മുടെ ഇവിടെ ഉള്ളതിൽ അത്രയും എമൗണ്ട് ഇല്ല, ബിക്കോസ് വി ഹാവ് ഡിഫറെന്റ് സ്പീഷീസ് ഹിയർ. നമുക്ക് ഡെൽറ്റോയിഡേ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സ്പീഷീസ് തന്നെയാണെങ്കിലും അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് വരും മാം. അതായത് സെയിം സ്പീഷീസ് തന്നെ ഡിഫറെന്റ് കണ്ടീഷനിൽ വരുമ്പോ സെയിം സ്പീഷീസ് എന്ന് നമുക്ക് അങ്ങനെ കണ്ണടച്ച് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ആ സെയിം ആക്സഷനിലാണെങ്കിലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ വരാൻ സാധ്യത ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ചിലതൊക്കെ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് അനുസരിച്ചാണ് ഈ കെമിക്കൽസിന്റെ അക്യൂമുലേഷൻ നടക്കുന്നത്. പ്രൊഡക്ഷൻ ചിലപ്പോൾ ഉണ്ടാകും, പക്ഷെ അക്യൂമുലേഷൻ ചിലപ്പോൾ ചില സാഹചര്യത്തിലായിരിക്കും ഇത് അക്യൂമുലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ പ്ലാന്റിനകത്തുള്ള ഓരോ അക്യൂമുലേറ്റ് ചെയ്യുന്ന കെമിക്കലും ചിലപ്പോൾ എന്തെങ്കിലും ഡിഫൻസ് മെക്കാനിസത്തിനായിരിക്കാം, ചിലപ്പോൾ അല്ല അതിന് എന്തെങ്കിലും ടോളറേറ്റ് ചെയ്യാൻ, സ്ട്രെസ് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് പേർപ്പസസിനായിരിക്കും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോമ്പൗണ്ട് അതിന് വേരിയേഷൻ വരാം. ആ സ്ട്രെസ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ സ്ട്രെസ് ഉള്ള കണ്ടീഷൻസിൽ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. ഫിസിയോളജി ഹാസ് എ റൂൾ. പക്ഷെ ഒരു മാർക്ഡ് ഡിഫറൻസ് ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഷീസ്. ഇപ്പൊ ഡെൽറ്റോയിഡ് ഇവിടെ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് വരില്ല. എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ സെയിം ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വരാം. പക്ഷെ നമുക്കിവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് നമുക്കിപ്പോ അത് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. Okay, ma'am. Okay. Ma'am, is there any value-added products from these crops? Of course. ഇത്രയും നേരം അതല്ലേ. Sago is a value-added project. We have pasta, we have snack products. നമുക്ക് പല സ്നാക്ക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി സ്നാക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, അത് സ്നാക്ക് അല്ല, ഇത് അതർ ഐറ്റംസ് ബയോ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള നൂഡിൽസ്, പാസ്ത ഡിഫറെന്റ് ഷേപ്സിൽ, ഫ്യൂസിലി, മാക്രോണി, നമുക്കല്ലാതെ എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മുടെ കുർക്കുരെ പോലെയൊക്കെയുള്ള എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സ്നാക്ക് ഐറ്റത്തിൽ വരുന്ന എന്താണ് പക്കാവട, അല്ലാതെ എന്താണ് ഫ്രൈ ചെയ്തെടുക്കുന്ന നമ്മുടെ മധുരസേവ എന്നൊക്കെ പറയുന്നത്, മധുരസേവ, മിക്സ്ചർ, ബോളി, പപ്പടം, ഇഷ്ടം പോലെ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പം ഞങ്ങളുടെ സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. ഒത്തിരി കമ്പനീസ് തന്നെ ഇപ്പം ഈ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ദേ ആർ അവൈലബിൾ. ജെസ്സി, ഇപ്പൊ പല കമ്പനീസ് ഉണ്ട്. ഡോറ ഒരു DOARA, പിന്നെ കാപ്പോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു പുതിയൊരു ഇതാണ്, സ്റ്റാർട്ടപ്പ് ആണ് കാപ്പോ ചിപ്സ് എന്നും പറഞ്ഞിട്ട്. അവര് ചിപ്സ്, ലേസ് ചിപ്സ് പോലെ കസാവയുടെ ചിപ്സ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതാ കാപ്പോ ചിപ്സ് നമ്മുടെ ടെക്നോളജി വെച്ചിട്ട് നമ്മുടെ 1-2 വെറൈറ്റീസ് വെച്ചിട്ടുമാണ് ഉണ്ടാക്കിയത്. കട്ട്ലറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഐസ്ക്രീംസ് ഉണ്ടാക്കുന്നുണ്ട്. ദർ ആർ എൻലെസ് നമ്പർ ഓഫ് പ്രോഡക്ട്സ്. പിന്നെ ഇത് എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ അല്ല, പക്ഷെ ഇപ്പൊ കുറെ പ്രോഡക്ട്സ് ഒക്കെ നമുക്കിപ്പോ ഒരു ടെക്നോ ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. അപ്പൊ ആ ടെക്നോ ഇൻക്യുബേഷൻ സെന്ററിന്റെ ത്രൂ ന്യൂട്രി റൂട്ട്സ് എന്നും പറഞ്ഞിട്ട് തൃശ്ശൂർ ബേസ്ഡ് ഒരു കമ്പനി ഉണ്ട്. ആ ന്യൂട്രി റൂട്ട്സ് ആണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ന്യൂട്രി റൂട്ട്സ്, ആ ന്യൂട്രി റൂട്ട്സിൽ ദേ ആർ മേക്കിംഗ് ഓൾ ദീസ് സ്നാക്ക് പ്രോഡക്ട്സ്. അപ്പൊ ഇപ്പൊ ഇത് ഇസ് പ്രസന്റ്ലി ഗെറ്റിംഗ് ഇൻ ടു ദ മാർക്കറ്റ്. ഇപ്പൊ പലരും ഇത് അറിഞ്ഞിട്ട് ആസ് എ ഒരു ന്യൂട്രീഷണലി സെക്യൂർ ക്രോപ്പ് ആണെന്നുള്ളത്, ഇതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ കൂടുതലാണെന്നുള്ളതും ഒക്കെ അറിഞ്ഞിട്ട് മെനി പീപ്പിൾ ആർ ഗോയിങ് ഫോർ ദീസ് ക്രോപ്സ് നൗ. Okay, ma'am. Ma'am, ഇന്ന് റിലീസ് ചെയ്ത പ്രോഡക്റ്റ് നീലിമ പറഞ്ഞ പ്രോഡക്റ്റ് ഏത് ഏരിയയിലാണ്? ഒരു വെറൈറ്റിയാണ്, ഒരു വെറൈറ്റിയാണ്. പ്രൈം മിനിസ്റ്റർ ബയോ ഫോർട്ടിഫൈഡ് വെറൈറ്റീസ് ഉണ്ട്. ആ വെറൈറ്റി സ്പെസിഫൈ ചെയ്ത് അല്ല, ഇന്ന് റിലീസ് ചെയ്തത് മുഴുവൻ ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ് ആണ് പ്രൈം മിനിസ്റ്റർ റിലീസ് ചെയ്തത്. മാം, അതല്ല, അത് ഏത് ഏരിയയിലൊക്കെ വേണ്ടിയിട്ടാണ് സ്പെസിഫൈ ചെയ്ത് ഒരു ഏരിയ പറഞ്ഞിരുന്നല്ലോ മാം? ഇതിപ്പോ കേരളത്തിന് വേണ്ടിയിട്ടാണ്. അല്ലല്ല, അത് കാച്ചിലല്ല. ആ നൈറ്റ് ബ്ലൈൻഡ്നെസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വീറ്റ് പൊട്ടറ്റോയുടെ ബയോ ഫോർട്ടിഫൈഡ് ലൈൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓറഞ്ച് ഫ്ലഷ് നമ്മൾ ബീറ്റാ കാരോട്ടിൻ എന്താണ്? ബീറ്റാ കാരോട്ടിൻ ഇസ് എ പ്രിക്കേഴ്സർ ഓഫ് വൈറ്റമിൻ എ. അപ്പം
അതുകൊണ്ട് ഓറഞ്ച് ഫ്ലഷ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ ഭൂ സോന എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, ശ്രീ കനക, പിന്നെ വേറെ ഭൂ ജ, അങ്ങനെ 3-4 വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. അപ്പം ആ വെറൈറ്റീസ് ഒക്കെ ഈ ഗെയിൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇവര് സിപ്പ് നടത്തുന്നത് ഒറീസയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്കും ഇവിടെ ചെയ്തുകൂടാന്നില്ല. വി ക്യാൻ ഓൾസോ ഡു ഇറ്റ്. നമ്മളിവിടെ ഈ ഇതൊക്കെ ക്രോപ്പ് ഒക്കെ നമ്മുടെ ഇവിടെ എന്തായാലും ട്രിവാൻഡ്രം കണ്ടീഷൻസിൽ ഇത് ഭൂ സോന ട്യൂബറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കും ഇത് ലാർജ് സ്കെയിൽ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഓൾസോ യൂട്ടിലൈസ് ദിസ്. ഓക്കെ, താങ്ക് യു മാം. മാം, ഈ CTCRAയുടെ വെറൈറ്റീസ് ഈ VFPCK വഴിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഏത് വഴി? VFPCK വഴി? ഇല്ല, വെറൈറ്റി വൈസ് നമ്മൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഫാമേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഒരു വെറൈറ്റി ഉണ്ട്, എന്റെ പേര് ശ്രീ പവിത്ര എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇവിടെ ഞങ്ങൾ പൊതുവെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൺട്രാക്ട് ഫാമേഴ്സിന് നമ്മൾ കൊടുക്കും. അതായത് ഈ ഫാമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് വെൻ ദേ സേ ദാറ്റ് ദിസ് ഇസ് എ വെറൈറ്റി, മാർക്കറ്റിൽ നാച്ചുറലി റേറ്റ്സ് കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇവിടെ ഫാമേഴ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ വെറൈറ്റി വൈസ് അല്ല കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളൊന്നും ആ ഒരു കമേഴ്ഷ്യൽ ലെവൽ ഓഫ് കൾട്ടിവേഷനിലായിട്ടില്ല ഇപ്പോഴും. അപ്പം പക്ഷെ പുറത്തൊക്കെ അങ്ങനെയല്ല. പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ബാംഗ്ലൂര് അവര് വെറൈറ്റി വൈസ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ വെറൈറ്റി വൈസ് കൾട്ടിവേറ്റ് ചെയ്ത ഗുണം എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിരിക്കും വെറൈറ്റി. അപ്പൊ ഏതാണ്ട് എല്ലാം ഒരേപോലെ നമുക്ക് ഒരേ ടൈമിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരേ ടൈപ്പ് ഓഫ് ബൾബ്സ് ആയിരിക്കും, അല്ലെ ട്യൂബേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് മാർക്കറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പലരും ഇപ്പോഴും കൾട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇപ്പൊ പക്ഷെ ഈ ശ്രീ പവിത്ര ഇൻക്ലൂഡിങ് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ തന്നെ ഒരു ഗ്രൂപ്പിൽ വന്നു, ശ്രീ പവിത്ര അവൈലബിൾ വിത്ത് ദ ഫാമേഴ്സ്, ഇന്നതാണ് റേറ്റ്, CTCRA ഡെവലപ്ഡ് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു റൈറ്റപ്പ് ഒക്കെ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇപ്പൊ ഈ പ്രോഗ്രസീവ് ഫാമേഴ്സ് ഉണ്ടാകുമ്പോൾ ദേ ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ്. സാധാരണ ഫാമേഴ്സ് പ്രോബബ്ലി, പക്ഷെ ഇപ്പൊ പല ഇതും അവര് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട്. ടോംസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്, വേർ ഫാമേഴ്സ് ക്യാൻ രജിസ്റ്റർ ദംസെൽസ്. എനിക്കൊരു ഫാർമറായിട്ട് ആ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് ഒരു കൺസ്യൂമർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫ്രീ സർവീസസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമറിന് പറയാം എനിക്ക് 10 കിലോ കപ്പ വിൽക്കാനുണ്ട്. അപ്പൊ ഒരു മാർക്കറ്റിൽ ഒരു ഗൈ ആണെങ്കിൽ പറയാം എനിക്ക് ആ 10 കിലോ എനിക്ക് വേണം. അപ്പൊ ഹി ക്യാൻ ബുക്ക് ഇറ്റ്. അപ്പൊ കൺസ്യൂമർ ആയ നമുക്ക് ഈ മാർക്കറ്റിങ്ങിനെയും ഫാർമറിനെയും യോജിപ്പിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. CTCRAയുടെ നഴ്സറികളിൽ കിട്ടുമോ? നമുക്ക് അവിടെ സ്വീകാര്യത വരുവാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ ടു എ ലിമിറ്റഡ് എക്സ്റ്റെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇത്രയും ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ തന്നെ രജിസ്റ്റേർഡ് ഫാമേഴ്സിന്റെ നമ്പേഴ്സ് ആണ് തരുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ ഏതെങ്കിലും രജിസ്റ്റേർഡ് ഫാർമർ ഉണ്ടെങ്കിൽ പുള്ളി അടുത്തുനിന്ന് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ പറയും. അപ്പൊ നിങ്ങൾ ഇവിടം വരെ യാത്ര ചെയ്ത് വരേണ്ട കാര്യവും ഇല്ല. അപ്പൊ നമുക്ക് ആ വെറൈറ്റി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി അത് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ട്രൂ ടു ടൈപ്പ് പ്ലാന്റിംഗ് മെറ്റീരിയലും ആ സെയിം വെറൈറ്റി ആണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ സയന്റിസ്റ്റ് പോയി ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ട്രൂ ടു ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുകയും ചെയ്യും. ഇടയ്ക്ക് TBCRA ഒരു ഹായ് കണ്ടായിരുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നോ? ശ്രീദേവി മാഡം. ഓക്കെ. ഡോക്ടർ വിനോദ് കുമാർ ഓൾസോ. ഓക്കെ. Okay, ma'am. Thank you. The questions ഇല്ലാന്ന് തോന്നുന്നു. So over to you, Parvati teacher. Thank you, sir. Okay. Thank you, ma'am. And World ഫുഡ് ഡേയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു തീമിൽ സഹകരിച്ച മാമിനെ വളരെയേറെ നന്ദിയുണ്ട്. അപ്പോ ഇതിനകത്ത് അണ്ടർ യൂട്ടിലൈസ്ഡ് ട്യൂബർ ക്രോപ്സിന്റെ ഇമ്പോർട്ടൻസും അതിലുള്ള ഫുഡിന്റെ പല ട്യൂബേഴ്സിന്റെ അതിന്റെ ഡൈവേഴ്സിറ്റിയും പ്രത്യേകിച്ച് സാഗോ ഒക്കെ കസാവ സ്റ്റാർച്ചിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് പുതിയൊരു അറിവായിരുന്നു, അതിൽ നിന്നും ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഡയബറ്റിക്സ് പേഷ്യൻസിന് യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും പ്രത്യേകിച്ച് ഇന്ററാക്റ്റീവ് സെഷനിൽ മാം ചോദിക്കുന്നതിൽ ധാരാളമായി നല്ലൊരു എക്സ്പ്ലനേഷൻ നല്ല രീതിയിൽ ഇൻഫോർമേഷൻ നൽകിയ എല്ലാത്തിനും വളരെയേറെ നന്ദിയുണ്ട് മാം. താങ്ക് യു മാം ഫോർ യുവർ വാല്യുബിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേഷൻ അണ്ടർ യൂട്ടിലൈസ്ഡ് ട്യൂബർ ക്രോപ്സ്. താങ്ക് യു മാം. താങ്ക് യു. അടുത്തത് നമ്മുടെ സ്വാഗതം ആശംസിച്ച് നമ്മുടെ
ഈ വെബിനാറിന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും സഹകരണവും നൽകിയിട്ടുള്ള പ്രിൻസിപ്പൽ HOD, ഈ വെബിനാറിന്റെ കോർഡിനേറ്ററായ നെസി മിസ്സിന് നന്ദി അറിയിക്കുന്നു. പിന്നെ അടുത്തത് ജസീല മിസ്സാണ്. നമ്മുടെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയെങ്കിൽ ഈ വെബിനാർ സീരീസിൽ എല്ലാത്തിലും സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ആശാ മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത്തരത്തിലുള്ള എല്ലാ സപ്പോർട്ടും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ജസീല മിസ്സിന് താങ്ക് യു, നന്ദി അറിയിപ്പിക്കുന്നു. പിന്നെ ഓർഗനൈസിംഗ് കമ്മിറ്റി IQAC ഓർഗനൈസിംഗ് കമ്മിറ്റി അജിത് സാറിനും റമീന ടീച്ചറിനും വളരെയേറെ നന്ദി. പിന്നെ ഈ ആദ്യ അവസാനം വരെ ഇതിനകത്ത് പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും, സ്റ്റാഫ്, മറ്റു ടീച്ചേഴ്സ് എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടി ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് ധാരാളം നല്ലവണ്ണം സഹകരിച്ചിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കുമുള്ള നന്ദി എന്റെയും ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഹൃദയത്തിൽ രീതിയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ടു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു ഒരിക്കൽ കൂടി ആശ മേഡം താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ ആശിച്ചി, ഞാൻ വിളിച്ചോളാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ ജസിൻ. ജസീല ടീച്ചർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് എക്സിറ്റ് ആവാം. താങ്ക് യു. നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു മിസ്. ശരിക്കും. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ അജിത്ത്. ബൈ എവരിവൺ. റമീന ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ ആള്. ഓക്കെ മിസ്, എക്സിറ്റ് ആയിക്കോട്ടെ. ഞാൻ ഫീഡ്ബാക്ക് ഫോം ഇട്ടിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. കണ്ടിരുന്നു. ശരി. ഓക്കെ മിസ്, എല്ലാവരും എക്സിറ്റ് ആയിക്കോളൂ. ഹലോ എല്ലാവരും എക്സിറ്റ് ആയി. മീന എക്സിറ്റ് ആയിക്കോളൂ. ഓക്കെ. അതെ, മ്യൂട്ട് ഞെക്കിട്ട് ആവണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു.